വേറെ ഡൗട്ട് ഒന്നുമില്ല. ഓക്കെ, അപ്പോ ഞാൻ എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ, ശരി. നമുക്കിനി എടുക്കാനുള്ളത്, ഇനി ഹോക്ക് അനുസരിച്ച് പോകുമ്പോൾ നമുക്ക് എടുക്കാനുള്ള ടോപ്പിക്, നമ്മൾ ഹോക്ക് കവർ ചെയ്യില്ല എന്നല്ല കേട്ടോ പറഞ്ഞത്, പക്ഷെ ഈ സെയിം സ്റ്റെപ്പിൽ പോകില്ല എന്നുള്ളൂ. ഓക്കെ, ഇനി കോർപ്പറേറ്റ് ഗവർണൻസ് എടുക്കാണ്ട് നമുക്ക്, ഓക്കെ, അങ്ങനത്തെ കുറച്ച് പരിപാടീസ് ഒക്കെ ഉണ്ട്. പിന്നെ ഉള്ളതാണ് ഈ ഹയറാക്കി, ഓക്കെ, അതും പഠിപ്പിക്കാനുണ്ട്. നമ്മൾ ഇവിടെ പഠിച്ചത് ഓഡിറ്റ് കമ്മിറ്റി, റിക്വയർമെന്റ്, റെസ്പോൺസിബിലിറ്റി ആൻഡ് അതോറിറ്റി കണ്ട. ഓക്കെ, ഇത് വായിച്ചു നോക്കിയിട്ട് മനസ്സിലാക്കണം. ഓക്കെ, പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ നോക്കാനുണ്ട്. ഇന്റേണൽ കൺട്രോൾ, ഇതാ ആരൊക്കെയാണ് ഇന്റേണൽ കൺട്രോൾ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ, ഇന്റേണൽ കൺട്രോളിന്റെ ഡെഫിനിഷൻ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൂന്ന് ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനായിട്ടാണ് ഇന്റേണൽ കൺട്രോൾ സെറ്റപ്പ് ചെയ്തേക്കുന്നത്, 3 ഓക്കെ, ദെൻ ഇന്റേണൽ കൺട്രോളിന്റെ കൺസെപ്റ്റ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഇവിടെയും അവിടെ പറഞ്ഞ സംഭവം തന്നെയാണ്. റീസണബിൾ അഷുറൻസ് ആണ്, ഇറ്റ് ഈസ് എഫക്റ്റഡ് ബൈ പീപ്പിൾ, ഇറ്റ്സ് എൻ ഓൺ ഗോയിങ് പ്രോസസ് അല്ലെ. 3 ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഇന്റേണൽ കൺട്രോൾ സെറ്റപ്പ് ചെയ്തേക്കുന്നത്. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാ. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ഒക്കെ അവിടെ എടുക്കട്ടെ. ഹൂ ഇസ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാർ ആരാണ്, ഈ ടോപ്പിക്സ് കവർ ചെയ്തതാണ് അല്ലെ. ദെൻ കോമ്പോണന്റ് ഓഫ് ഇന്റേണൽ കൺട്രോൾ, കൺട്രോൾ റിസ്ക്, കൺട്രോൾ എൻവിറോൺമെന്റ്, റിസ്ക് അസസ്മെന്റ്, കൺട്രോൾ ആക്ടിവിറ്റി, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, മോണിറ്ററിംഗ് ആക്ടിവിറ്റി അല്ലെ. ഇതിന്റെ അടിയിൽ 17 പ്രിൻസിപ്പിൾസ് ഉണ്ട്. ആ സംഭവമൊക്കെ നമ്മൾ നോക്കിയതാണ്. ഇത് വായിച്ചു നോക്കിയാ ഈ 17 പ്രിൻസിപ്പിൾസ് നിങ്ങൾക്ക് വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ ട്രാൻസാക്ഷൻ ലെവൽ റിസ്ക് ഒക്കെ അവിടെ നിന്ന് കേട്ടോ, അതൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാ. ഓക്കെ, ഈ 17 പ്രിൻസിപ്പിൾസ് നിങ്ങൾ വായിച്ചു നോക്കിയിരുന്നോ? ഓക്കെ ഓക്കെ, ആരൊന്നും പറഞ്ഞിട്ടില്ല, പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, ഇനി വാട്ട് ഇസ് എഫക്റ്റീവ് കൺട്രോൾ. ഓക്കെ, നമ്മൾ പറഞ്ഞിരുന്നു ഇത് റീസണബിൾ അഷുറൻസ് മാത്രമേ പ്രൊവൈഡ് ചെയ്യുള്ളൂ. 100% ഗ്യാരണ്ടി ഒന്നും ഒരു ഇന്റേണൽ കൺട്രോളിനും പ്രൊവൈഡ് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞിരുന്നു അല്ലേ. ഓക്കെ, പിന്നെ ഓക്കെ, ചിലർക്ക് ഇവിടെയാണ് ഡൗട്ട് വരുന്നത് അല്ലെ. അത് നമുക്ക് എടുക്കാനുള്ള ടോപ്പിക്കാ, സോ പേടിക്കണ്ട. സേഫ് ഗാർഡിങ്, ട്രാൻസാക്ഷൻ കൺട്രോൾ, ഇതൊക്കെ നമുക്ക് തീർക്കാനുള്ള ടോപ്പിക് തന്നെയാണ്, സോ ഡോണ്ട് വറി. ഇനി നമ്മൾ പഠിച്ച ലെജിസ്ലേറ്റീവ്സ്, ഇവിടെ ഫോറിൻ കറപ്റ്റ് പ്രാക്ടീസസ് ആക്ട് പഠിച്ചു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഫോറിൻ കറപ്റ്റ് പ്രാക്ടീസസ് ആക്ടിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഉണ്ടോ? ഫോറിൻ കറപ്റ്റ് പ്രാക്ടീസസ് ഇതിന് ഇത്തിരി കൂടി എക്സ്പ്ലനേഷൻ വേണോ? ഫോറിൻ കറപ്റ്റ് പ്രാക്ടീസസ് ആക്ടിന് അവിടെ 2 ടൈപ്പ് ഓഫ് പ്രൊവിഷൻ ആണ് നമ്മൾ നോക്കുന്നത്. ഒന്ന് ആന്റി ബ്രൈബറി പ്രൊവിഷനും, ഒന്ന് അക്കൗണ്ടിങ് പ്രൊവിഷനും. ഇവിടെ ആന്റി ബ്രൈബറി ഉണ്ട്, അക്കൗണ്ടിങ് പ്രൊവിഷൻ ഉണ്ട് കേട്ടോ, നമ്മുടെ ബുക്കിൽ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ആന്റി ബ്രൈബറി പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു അമേരിക്കൻ കമ്പനി ഒരു ഫോറിൻ ഗവൺമെന്റ് ഒഫീഷ്യൽസിനെ ബ്രൈബ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന നിയമമാണ് എന്ത്, FCPA ആന്റി ബ്രൈബറി പ്രൊവിഷൻ അല്ലെ. നമ്മുടെ ബിസിനസ് സെക്യൂർ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കോൺട്രാക്ട് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ഒരു ഗവൺമെന്റ് ഒഫീഷ്യലിനെയും ബ്രൈബ് ചെയ്യാൻ പാടില്ല എന്നാണ് FCPA പറയുന്നത്. പക്ഷെ അതിന് കുറച്ച് എക്സംഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അല്ലെ. അപ്പൊ ഇതിൽ ആരൊക്കെ പെടുന്നുണ്ട്, ഈ FCPA റൂളിൽ ആരൊക്കെ പെടുന്നുണ്ട്? ഒന്ന് ആരാ? എല്ലാം അമേരിക്കയിലുള്ള കമ്പനീസ് പെടും അല്ലെ. എല്ലാം അമേരിക്കയിലുള്ള കമ്പനീസ് ഈ FCPA റൂളിൽ പെടുന്നുണ്ട്. ഓക്കെ, പിന്നെ എല്ലാം അമേരിക്കൻ സിറ്റിസൺ. ഇപ്പൊ അമേരിക്കൻ സിറ്റിസൺ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്, ഓക്കെ, അയാൾ ഇന്ത്യയിൽ വന്ന് ബ്രൈബ് ചെയ്യാന്ന് വെച്ചാൽ അയാള് ഈ റൂൾ പ്രകാരം തെറ്റാണ് ചെയ്തേക്കുന്നത്. പിന്നെ മൂന്നാമത് എന്താ? എല്ലാം കമ്പനീസും, അമേരിക്കൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ കമ്പനീസും ഈ FCPA റൂള് ഫോളോ ചെയ്തിട്ടുണ്ടാകണം. പിന്നെ നാലാമത്തെ ഏതാ? നാലാമത്തെ എന്താ? ഇതൊക്കെ നിങ്ങൾ പാട്ടൂല് പഠിച്ചല്ലേ. പാട്ടൂല് ഈ എത്തിക്സ് നമ്മൾ പഠിച്ചിട്ടില്ലേ, FCPA കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വേർഷൻ. നാലാമത്തെ അമേരിക്കയിൽ ചെന്നിട്ട്, ആരെങ്കിലും അമേരിക്കയിൽ ചെന്ന്, ഇപ്പൊ ഇന്ത്യൻ സിറ്റിസണും അല്ല ഒന്നുമല്ല, പക്ഷെ ആൾ അമേരിക്കയിൽ ചെന്ന് ഏതെങ്കിലും ഇന്ത്യൻ ഗവൺമെന്റ് ഓഫീഷ്യലിനെ അവിടെ വിളിച്ചു വരുത്തി അവിടെ ബ്രൈബ് ചെയ്യാൻ നോക്കിയാലും FCPA റൂൾ പ്രകാരം അത് തെറ്റ് തന്നെയാണ് അല്ലെ. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് FCPA റൂള് പറയണത്. എന്ത്? അക്കോർഡിംഗ് ടു ആന്റി ബ്രൈബറി പ്രൊവിഷൻ. അപ്പൊ ആന്റി ബ്രൈബറി പ്രൊവിഷനിൽ എന്താ പറയണേ?
it is illegal for any company or anyone acting on behalf of a company to bribe any foreign official in order to obtain or retain business. ഓക്കെ, ഏതൊരു കമ്പനി ആയാലും ഓക്കെ, എന്തെങ്കിലും ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കോൺട്രാക്ട് ഒപ്റ്റെയിൻ ചെയ്യാനായിട്ട് ഒരു ഫോറിൻ ഒഫീഷ്യലിനെയും അപ്പൊ നമ്മൾ എപ്പോഴും തിങ്ക് ചെയ്യേണ്ടത്, ഈ ഫോറിൻ ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മൾ അമേരിക്കൻ ആണ്, എന്നിട്ട് നമ്മൾ ബ്രൈബ് ചെയ്യാൻ നോക്കണത് ആരെയായിരിക്കും? ഇന്ത്യയിലത്തെ ഗവൺമെന്റ് ഒഫീഷ്യൽസിനൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോ അങ്ങനെ എങ്ങനെയും ബ്രൈബ് ചെയ്യാൻ നോക്കാന്ന് വെച്ചാൽ അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഇറ്റ് ഈസ് ഇല്ലീഗൽ എന്നാണ് പറയണത്. ഓക്കെ, ഇറ്റ് ഈസ് ഇല്ലീഗൽ. In addition, a firm or an individual acting on behalf of a firm will be held criminally liable if it makes payment to a third party with the knowledge that those payment will be used by the third party as bribe. അതായത് ഇൻ അഡീഷൻ ഏതെങ്കിലും ഒരു ഫേമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വലോ ആക്ടിങ് ഓൺ ബിഹാഫ് ഓഫ് ഫേം, നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനിക്ക് വേണ്ടി ആ ഒരു തേർഡ് പാർട്ടിക്ക് ക്യാഷ് കൊടുക്കുകയാണ്, തേർഡ് പാർട്ടീനെ ബ്രൈബ് ചെയ്യാൻ വേണ്ടി ക്യാഷ് കൊടുത്താലും ഫേം അറിഞ്ഞിട്ട് ഒരു മൂന്നാമത് ഒരാൾക്ക് അല്ലെങ്കിൽ ഫേമിന്റെ ആരെങ്കിലും ഏൽപ്പിച്ച് ഒരു തേർഡ് പാർട്ടീനെ കൊണ്ട് ബ്രൈബ് ചെയ്യാൻ നോക്കിയാലും അത് ഇല്ലീഗൽ ആണ് എന്നാണ് ആന്റി ബ്രൈബറി പ്രൊവിഷൻ പറയണത്. ഓക്കെ, ഇത് ഡൗട്ട് ഒന്നുമില്ലല്ലോ. FCPA ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ചോദിച്ചോ. ഇനി നമ്മൾ ഹോക്ക് വഴിയാട്ടാ പോകണം. ഹോക്ക് വഴി എന്ന് വെച്ചാൽ നമ്മൾ ഹോക്കിന്റെ ഈച്ച് ആൻഡ് എവറി ലൈൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടായിരിക്കും പോവുക. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചിട്ട് വേണം, ചോദിച്ചിട്ടുണ്ടാവണം. ഓക്കെ ഓക്കെ അല്ലേ? എന്താടാ നിങ്ങൾ എന്തൊരു ഉഷാറില്ലാണ്ടിരിക്കണേ? FCPA ഇത്രയും പ്രശ്നമാണോ? ഓക്കെ, FCPA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും, ഫോർ എക്സാമ്പിൾ ആരെ ഡൗട്ട് വെച്ച ആള് ആരാ? സോറി, ഋത്തിക. ഓക്കെ, ഋത്തിക ജസ്റ്റ് അസ്യൂം ചെയ്യാം നിനക്ക് അമേരിക്കയിൽ ഒരു കമ്പനി ഉണ്ടെന്ന്. ഓക്കെ, അപ്പോ ഈ റൂൾ എന്താ പറയണെന്ന് വെച്ചാൽ ഋത്തിക ആരെയും, അതായത് ഒരു ഫോറിൻ ഒഫീഷ്യൽ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ നിനക്ക് ഇന്ത്യയിൽ ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ട്. ഓക്കെ, നീ അമേരിക്കയിലുള്ള ഒരു ഓൺടർപ്രണർ ആണ്, പക്ഷെ നിനക്ക് ഇന്ത്യയിൽ ബിസിനസ് ചെയ്യാനായിട്ട് വളരെ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പൊ നീ എന്ത് ചെയ്തു? ഇന്ത്യയിൽ വന്നു, നീ കുറെ പേപ്പർ വർക്ക്സ് ഒക്കെ ചെയ്യിപ്പിച്ചു. കുറെ, നമ്മുടെ നാടറിയാലോ, ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ കുറെ പേപ്പർ വർക്ക്സ് ഉണ്ട്, അവിടെ പോകണം ഇവിടെ പോകണം അതൊക്കെ പോകണം എന്നൊക്കെ പറഞ്ഞു. പെട്ടെന്ന് ഒരാൾ നിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഋതിക ഇതൊന്നും ചെയ്യണ്ട, ചുമ്മാ ഞങ്ങൾക്കൊരു 5 ലക്ഷം തന്നാ ഞങ്ങൾ എല്ലാം റെഡിയാക്കി തരാം എന്ന് പറയാച്ചാ നീ കൊടുക്കോ? ഋതിക കൊടുക്കോ? ഇല്ല. എന്താ കൊടുക്കാത്ത? ഉടായിപ്പാ? എന്താ ഋതിക കൊടുക്കാത്ത കാശ്? ഞാനെങ്ങനെ കൊടുത്തേനെ. സേഫ് അല്ലാത്തത് കൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. ആണോ? ഓക്കെ, പക്ഷെ അപ്പൊ ഈ നിയമം എന്താ പറയണെന്ന് വെച്ചാ, അങ്ങനെ കൊടുക്കാച്ചാ അത് തെറ്റാണ് എന്നാണ് ഈ നിയമം പറയണത്. നിനക്ക് ഇന്ത്യയിൽ എന്തെങ്കിലും ബിസിനസ്സോ അല്ലെങ്കിൽ കോൺട്രാക്റ്റോ ഒപ്റ്റെയിൻ ചെയ്യാനായിട്ട് ഒരു ഗവൺമെന്റ് ഒഫീഷ്യലിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടിനെയോ ബ്രൈബ് ചെയ്യാൻ പാടില്ല എന്നാണ് FCPA പറയണത്. അപ്പോ ഈ റൂളിന് 2 പ്രൊവിഷൻസ് ആണ് വരുന്നത്. ഒന്ന് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ആന്റി ബ്രൈബറി പ്രൊവിഷൻ, അതാണ് ഇപ്പൊ ഡിസ്കസ് ചെയ്തത്. ഡൗട്ട് ഉണ്ടോ? ഋതികയ്ക്ക് ഡൗട്ട് മാറിയാ? ഡൗട്ട് മാറി. ഓക്കെ, രണ്ടാമത്തെ പ്രൊവിഷൻ ആണ് എന്ത്? അക്കൗണ്ടിങ് പ്രൊവിഷൻ. അത് നമ്മുടെ ബുക്കിൽ ക്ലിയർ ആയി പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു, പക്ഷെ നമുക്ക് പഠിക്കാം. ഓക്കെ, അക്കൗണ്ടിങ് പ്രൊവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോറിൻ ബിസിനസ്സസ് ഒക്കെ നടത്തുന്ന കമ്പനികളില്ലേ, അപ്പൊ അവരോട് ക്ലിയർ ആയി പറഞ്ഞിട്ടേക്കണ് ഈച്ച് ആൻഡ് എവറി ട്രാൻസാക്ഷൻ ഭയങ്കര ട്രാൻസ്പെറന്റ് ആയിട്ട് വേണം അവര് ഫിനാൻഷ്യൽ ബുക്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അതായത് ഒരു ട്രാൻസാക്ഷൻ പോലും മിസ്സാകരുത്. മിസ്സായി കഴിഞ്ഞാൽ അക്കോർഡിംഗ് ടു FCPA റൂള് അവര് തെറ്റാണ് ചെയ്തേക്കണത് എന്നാണ് ഈ അക്കൗണ്ടിങ് പ്രൊവിഷൻ പറയണത്. അപ്പൊ 2 പ്രൊവിഷൻ ആണ് ഇവിടെ ഉള്ളത്. ഒന്ന് ആന്റി ബ്രൈബറി, ഒരു നമുക്കൊരു ബിസിനസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോൺട്രാക്ട് ഒപ്റ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ഒരു ഫോറിൻ ഒഫീഷ്യലിനെ ബ്രൈബ് ചെയ്യാൻ പാടില്ല, ഫോറിൻ ഗവൺമെന്റ് ഒഫീഷ്യലിനെ ബ്രൈബ് ചെയ്യാൻ പാടില്ല എന്നാണ് ആന്റി ബ്രൈബറി പ്രൊവിഷൻ നമുക്ക് പറഞ്ഞു തരുന്നത്. രണ്ടാമത്തെ പ്രൊവിഷൻ ആണ് എന്ത്? അക്കൗണ്ടിങ് പ്രൊവിഷൻ. അക്കൗണ്ടിങ് പ്രൊവിഷൻ എന്ന് പറയുന്നത്
ഫോറിൻ ബിസിനസ് അല്ലെങ്കിൽ ഫോറിൻ ട്രാൻസാക്ഷൻ ഒക്കെ നടത്തുന്ന US കമ്പനീസ് അവരുടെ ബുക്സ് നല്ല ട്രാൻസ്പാരന്റ് ആയിട്ട് വേണം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. അതായത് ഈച്ച് ആൻഡ് എവറി ട്രാൻസാക്ഷൻ, ഈവൻ എ സിംഗിൾ ഡോളർ, അതിൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം, ചോദിക്കാൻ വെച്ചാൽ ഈ ഡോളർ എവിടെ പോയി എന്ന് ചോദിക്കാൻ വെച്ചാൽ നിങ്ങൾക്ക് അക്കൗണ്ടബിൾ അല്ലെങ്കിൽ റീസണബിൾ ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ പറ്റണം. അതാണ് ഈ അക്കൗണ്ടിങ് പ്രൊവിഷൻ പറയണത്. ഇത്രയേ ഉള്ളൂ FCPA കാര്യം. ഓക്കെ, സംഭവം മനസ്സിലായോ? ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ FCPA? സംഭവം മനസ്സിലായോ? ഋതിക്ക് മനസ്സിലായോ? അക്കൗണ്ടിങ് പ്രൊവിഷൻ മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, ഡൗട്ട് ഒന്നുമില്ലല്ലോ. ശരി, ഇനി ദ എൻറ്റയർ കമ്പനി, നോട്ട് എനി വൺ ഇൻഡിവിജ്വൽ ഓർ പൊസിഷൻ ഇൻ ദ കമ്പനി, ഈസ് റെസ്പോൺസിബിൾ ഫോർ എൻഷുറിംഗ് ദാറ്റ് ഓൾ പേയ്മെന്റ്സ് ആർ ലീഗൽ ആൻഡ് ലോഫുൾ. അതായത് എൻറ്റയർ കമ്പനി ആണ് റെസ്പോൺസിബിൾ. അതായത് ഒരു ഇൻഡിവിജ്വൽ, അതായത് CEO CFO മാത്രമല്ല റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാര്, എൻറ്റയർ കമ്പനി റെസ്പോൺസിബിൾ ആണ്. അതായത് എല്ലാം പേയ്മെന്റും എല്ലാം, അതായത് കമ്പനിയിൽ നടക്കുന്ന ഈച്ച് ആൻഡ് എവറി ട്രാൻസാക്ഷൻ ലീഗലി അപ്രൂവ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് എന്ന് നമ്മുടെ കമ്പനിയിലുള്ള എൻറ്റയർ ആൾക്കാരുടെയും റെസ്പോൺസിബിലിറ്റി ആണ്. അല്ലാണ്ട് ഒരാളുടെ ഇത് മാത്രമല്ല എന്നാണ് FCPA പറയുന്നത്. ഓക്കെ, FCPA പറയുന്നത് നമ്മുടെ ബുക്കിൽ. ഓക്കെ, furthermore, the company must ensure that all transactions are made in accordance with management general or specific authorization are recorded properly. അതായത് നമ്മളിപ്പോ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ എല്ലാം ഈച്ച് ആൻഡ് എവറി ട്രാൻസാക്ഷൻ പ്രോപ്പർലി റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവണം എന്നാണ് ഈ ലൈൻ ഉദ്ദേശിക്കുന്നത്. സംഭവം മനസ്സിലായോ? ഓക്കെ, സംഭവം മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈച്ച് ആൻഡ് എവറി ലൈൻ, ഈച്ച് ആൻഡ് എവറി ട്രാൻസാക്ഷൻ നമ്മൾ നമ്മുടെ ബുക്സിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാകണം എന്നാണ് ഈ വരി ഉദ്ദേശിക്കുന്നത്. ഈ ലൈൻ എന്താണെന്ന് വെച്ചാൽ എൻറ്റയർ കമ്പനി, ആ കമ്പനി മൊത്തം റെസ്പോൺസിബിൾ ആയിരിക്കണം. എല്ലാം പേയ്മെന്റും ലീഗലും ലോഫുൾ ആയിട്ടുള്ള കാര്യം മാത്രമേ നമ്മുടെ കമ്പനിയിൽ നടക്കണുള്ളൂ. അല്ലാണ്ട് ഒരാളുടെയോ അതോ ഒരു പൊസിഷനിൽ നിൽക്കുന്ന ആളുടെ മാത്രമല്ല എന്നാണ് ഈ ലൈൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവിടെ പറയണത് എന്താണെന്ന് വെച്ചാൽ, അതായത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എല്ലാ പേയ്മെന്റും ബ്രൈബ് അല്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും അത് ശരി, അപ്പൊ നമ്മൾ ഫോറിൻ ഒഫീഷ്യലിന് നമ്മൾ എന്ത് പേയ്മെന്റ് കൊടുത്താലും അത് ബ്രൈബാണോ എന്ന് ഒരു ചിന്ത വരൂലേ? നിങ്ങൾക്ക് വന്നിരുന്ന ആർക്കെങ്കിലും അങ്ങനെ ചിന്ത വന്ന? അപ്പൊ ഫോറിൻ ഒഫീഷ്യൽസിന് നമുക്ക് ഒരു ഇതും പാടില്ല എന്നാണോ ഈ നിയമം പറയണത്? ഒരു ട്രാൻസാക്ഷൻസോ അല്ലെങ്കിൽ ഒരു പേയ്മെന്റും നിങ്ങൾ നടത്താൻ പാടില്ല എന്നാണോ ഈ നിയമം ഉദ്ദേശിക്കുന്നത്? അല്ല. എന്നാ പിന്നെന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? അവരുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള പൊസിഷൻ മിസ്യൂസ് ചെയ്യാൻ വേണ്ടിട്ട്. അല്ലല്ല, അതല്ല, അൺഒഫീഷ്യൽ ആയിട്ടൊന്നും പാടില്ല. റുട്ടീൻ പേയ്മെന്റ് ബ്രൈബ് അല്ല. ഓക്കെ, അതായത് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ വഴി ഇവിടെ കണ്ട ഇന്റന്റ്, അതാണ് ഏറ്റവും വലിയ ഒരു റീസൺ എന്ന് പറയാം. അതായത് ഒരു FCPA പറയണെന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾക്ക് ഫോറിൻ ഗവൺമെന്റിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒഫീഷ്യലിന് നിങ്ങൾക്ക് ഒരു ലഞ്ചിന് കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാം. നിങ്ങളും അത് അയാളെ വേണമെങ്കിൽ ട്രിപ്പിന് കൊണ്ടുപോയെങ്കിൽ കൊണ്ടുപോകാം, ഒരു പ്രശ്നമില്ല. പക്ഷെ അതിന്റെ പുറകിലുള്ള ഉദ്ദേശം എന്ന് പറയണത് നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ് സെക്യൂർ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കോൺട്രാക്ട് സെക്യൂർ ചെയ്യാനായിട്ടോ ആണെങ്കിൽ മാത്രമാണ് അത് ബ്രൈബിൽ പെടുള്ളൂ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഏതൊരു പേയ്മെന്റും കറക്റ്റ് പേയ്മെന്റ് ഈസ് വൺ that is intended to cause the recipient to misuse his or her official position in order to wrongfully direct business to the payer, whether or not the payment leads to the desired outcome. അതായത് ഈ ഇന്റൻഷൻ ഉള്ള പേയ്മെന്റ്സിന് മാത്രമാണ്, അതായത് അയാളെ കൊണ്ട് നമുക്ക് വേണ്ട ബിസിനസ്സും കോൺട്രാക്ട്സും ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണോ നമ്മൾ ഈ പേയ്മെന്റ്സ് ഒക്കെ നടത്തിയത്. ഇപ്പൊ ചിലവര് നമുക്ക് നല്ല രീതിയിൽ ഇങ്ങനെ ആസ് എ ക്ലയന്റ്, ഓക്കെ, ഒരു ക്ലയന്റ് ഇപ്പോ നമുക്കൊരു ഫുഡ് ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എടുക്കണേന് വലിയ പ്രശ്നമുണ്ടോ? നിങ്ങൾ എന്നെ ഒന്ന് ആലോചിക്കേ. നിങ്ങൾ ഇല്ല, വലിയ പ്രശ്നവും ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഇപ്പൊ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാല് എൻ്റെ ഒരു ഫ്രണ്ട് ഷെയർ ചെയ്ത ഒരു സ്റ്റോറി ആയിട്ട് ഞാൻ പറയാൻ പോണം. അതായത്
ഇതിപ്പം നമുക്ക് ഇപ്പൊ ചിലവര് ഈ വലിയ വലിയ ക്ലയൻസ് ആയിട്ട് വർക്ക് ചെയ്യുമല്ലോ അല്ലെ. ഇപ്പൊ നിങ്ങളാണെന്ന് വെച്ചാലും നിങ്ങളിപ്പോ ഒരു CMA ഒക്കെ ക്വാളിഫൈ ആയി നിങ്ങൾ എന്നിട്ട് ഒരു വലിയൊരു കമ്പനി കയറി. ഓക്കെ, എല്ലാവരും ക്വാളിഫൈ ആയി എന്നിട്ട് നല്ലൊരു വലിയൊരു കമ്പനി കയറി കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ നിങ്ങൾ പല ക്ലയൻസ് ആയിട്ട് നിങ്ങൾ മീറ്റ് ചെയ്യും. ഇപ്പൊ ചില സമയത്ത് ക്ലയൻസ് സന്തോഷം വന്നിട്ട് അതായത് നിങ്ങളെ ബ്രൈബ് ചെയ്യാനായിട്ടുള്ള ഇന്റൻഷൻ ഒന്നും അവർക്ക് ഉണ്ടാവില്ല. ചിലവർക്ക് ഉണ്ടാവും, ചിലവർക്ക് ഉണ്ടാവില്ല. അപ്പൊ നിങ്ങളെ ബ്രൈബ് ചെയ്യാനായിട്ട് ഓക്കെ, അല്ലെങ്കിൽ ചുമ്മാ ഒരു ആസ് എ ടോക്കൺ ഓഫ് ലവ് എന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് അയാൾ വാങ്ങിച്ചു കൊണ്ടുവരുന്നു. അപ്പോൾ ആസ് എ കമ്പനിയിലുള്ള ഒരു എംപ്ലോയി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് FCPA മാത്രമല്ല കേട്ടോ, അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ പാടുമോ ഇല്ലയോ എന്ന് വേണം നിങ്ങൾ നോക്കാനായിട്ട്. കാരണം അതൊക്കെ ഭയങ്കര വലിയ പ്രശ്നമാവും. ഓക്കെ, അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കണം എന്താണ് റൂൾ എന്ന് നമുക്കറിയില്ല. ഓരോ കമ്പനിക്കും അതിൻ്റെതായ പോളിസീസ് ഉണ്ട്. ഈവൻ ഒരു പെന്ന് വാങ്ങിയാൽ പോലും ചിലപ്പോൾ അത് ബ്രൈബ് ആവാം. ഒരു പേന ആൾ കൊണ്ടുവന്നു, ഓക്കെ നീ വെച്ചോ, നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നാണ്. അപ്പൊ പോലും നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം, ഇത് നിങ്ങളുടെ കമ്പനിയിലുള്ള ആൾക്കാരായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അവരുടെ അപ്രൂവൽ കിട്ടിയാൽ മാത്രമേ നമുക്ക് വാങ്ങാൻ പാടുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇവിടെയും. ഇവിടെ എന്താന്ന് വെച്ചാല് നമുക്ക് കൊടുക്കാം, പക്ഷെ നമ്മുടെ ഉദ്ദേശം എന്നുള്ളത് ഇന്റന്റ്, നമ്മുടെ ഇന്റന്റ് എന്താണോ അതാണ് ഇവിടെ മെയിൻ ആയിട്ട് നോക്കണത്. നിങ്ങൾ കാശ് കൊടുത്തോ അതൊന്നും വലിയ പ്രശ്നമില്ല, കാശ് കൊടുക്കണതിന് ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ആളെ ഫുഡിന് കൊണ്ടുപോകാം. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഒരു ബിസിനസ്സോ ഒന്നും സെക്യൂർ ചെയ്യാനായിട്ടല്ല, ചുമ്മാ ഒരു നിങ്ങളുടെ ഒരു മാനേജർ നിങ്ങൾ കൊണ്ടുപോയതാണെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം, അതൊന്നും വലിയ പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ, പക്ഷെ ചില സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ സംഭവം മനസ്സിലായോ? FCPA ആക്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ബേസിക്കലി ഇത്രേ ഉള്ളൂ. FCPA ആക്ട് കൊണ്ടുവന്നത് സത്യം പറഞ്ഞാൽ കൊണ്ടുവന്നത് എന്താ വെച്ചാൽ ഈ 1970s ഉണ്ടല്ലോ, ഈ ഇതിന്റെ ഹിസ്റ്ററി 1977 ഇത് ഫോം ആയേക്കണേ. ഓക്കെ, അപ്പൊ 1970s US പല കമ്പനീസും കുറെ ലാർജ് ട്രാൻസാക്ഷൻ നടത്തിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. അതായത് ഫോറിൻ ട്രാൻസാക്ഷൻ നടത്തിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. പർട്ടിക്കുലർലി ഗവൺമെന്റ് ഒഫീഷ്യൽസിനും അല്ലെങ്കിൽ ഫോറിൻ ഗവൺമെന്റ്സിനൊക്കെ ആയിരുന്നു ഈ എമൗണ്ട് പോയിക്കൊണ്ടിരുന്നത്. സോ അങ്ങനെയാണ് ഒരു നിയമം കയറി വന്നത്. ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയപ്പോഴാണ് ഇവർക്ക് സംഭവം മനസ്സിലായത്, ഓക്കെ ഈ ഇത്രയും എമൗണ്ട് ഒക്കെ പോയത് ആർക്കാണ്, ഫോറിനിലുള്ള ഗവൺമെന്റ് ഒഫീഷ്യൽസിനും ഗവൺമെന്റ് പാർട്ടിക്കൊക്കെയാണ് പോയത്. അപ്പോ അന്നത്തെ US കോൺഗ്രസ് എന്ത് ചെയ്തു, അവര് കൊണ്ടുവന്ന നിയമമാണ് ഈ ഫോറിൻ കറപ്റ്റ് പ്രാക്ടീസസ് ആക്ട്. അപ്പൊ ഈ ആക്ടിൽ 2 കാര്യങ്ങളാണ് പറയണത്. ഒന്ന് ആന്റി ബ്രൈബറി പ്രൊവിഷൻ, അതായത് നിങ്ങൾ കൈക്കൂലി ഒരു ഫോറിൻ ഒഫീഷ്യലിനോ അല്ലെങ്കിൽ ഫോറിൻ പാർട്ടിക്കോ കൊടുക്കാൻ പാടില്ല എന്നുള്ളൊരു ലോ. ബിസിനസ് സെക്യൂർ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കോൺട്രാക്ട് സെക്യൂർ ചെയ്യാനായിട്ടോ നിങ്ങൾ ആരെയും ബ്രൈബ് ചെയ്യാൻ പാടില്ല എന്നാണ് ആന്റി ബ്രൈബറി പ്രൊവിഷൻ പറയണത്. രണ്ടാമത്തത് ആണ് അക്കൗണ്ടിങ് പ്രൊവിഷൻ. അക്കൗണ്ടിങ് പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ ഈച്ച് ആൻഡ് എവറി ട്രാൻസാക്ഷൻസ് ആർ മെയ്ഡ് ഇൻ അക്കോർഡൻസ് അല്ലെങ്കിൽ റെക്കോർഡഡ് പ്രോപ്പർലി. നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എല്ലാം നല്ല രീതിയിൽ, അതായത് എല്ലാ ട്രാൻസാക്ഷൻസും മര്യാദക്ക് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാകണം എന്നാണ് ഇത് പറയണത്, അക്കൗണ്ടിങ് പ്രൊവിഷൻ പറയണത്. ഓക്കെ, പിന്നെ കറക്റ്റ് പേയ്മെന്റ്, അതായത് എല്ലാ പേയ്മെന്റും കറക്റ്റും ബ്രൈബും ആണെന്ന് ഇവര് പറയണില്ല. അവര് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഈ പേയ്മെന്റിന്റെ ഒക്കെ ഇന്റന്റ് എന്താണ്, ഈ പേയ്മെന്റിന്റെ ഉദ്ദേശം. ഈ പേയ്മെന്റ് കൊണ്ട് ഏതെങ്കിലും ഒരു ഒഫീഷ്യലിന്റെ അയാളുടെ അതോറിറ്റി മിസ്യൂസ് ചെയ്യാനായിട്ടാണോ നോക്കണത് എന്നൊക്കെയാണ് ഇവിടെ ഈ ഫോറിൻ കറപ്റ്റ് പ്രാക്ടീസസ് ആക്ടിൽ പറയണത്. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത് ഇന്റേണൽ കൺട്രോൾസ് കമ്പൾസറി ആയിട്ട് കമ്പനിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറയുന്ന നിയമങ്ങൾ ഏതൊക്കെ നിയമങ്ങളാണ് എന്നാണ് നമ്മൾ ഇവിടെ നോക്കിയത് അല്ലെ. ഫോറിൻ കറപ്റ്റ് പ്രാക്ടീസസ് ആക്ട് ആണെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ ഇതുവരെ നമ്മൾ ഇന്റേണൽ കൺട്രോളിന്റെ പ്രൊവിഷൻ പറഞ്ഞിരുന്ന ഇല്ല. അതാണ് ഇനിയിപ്പോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. The fundamental premise of the internal control requirement of the FCPA is that effective internal control act as a deterrent to illegal payment. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ, ഇതിന്റെ ലോജിക് എന്ന് പറഞ്ഞാൽ ഇവര് ഇന്റേണൽ കൺട്രോൾ എന്തായാലും മെയിൻറ്റെയിൻ ചെയ്യണം എന്നൊന്നും പറയണില്ല. ജസ്റ്റ് എന്താ വെച്ചാൽ ഇവരുടെ ലോജിക് എന്ന് പറയുന്ന സംഭവം എന്താ വെച്ചാൽ
നല്ലൊരു ഇന്റേണൽ കൺട്രോൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇല്ലീഗൽ പേയ്മെന്റ്സ് നടത്താൻ പറ്റൂല എന്നാണ് പറയുന്നത്. അല്ലാണ്ട് ഇവര് ഒരിക്കലും FCPA ഒരിക്കലും ഇന്റേണൽ കൺട്രോൾ വേണം, ഇന്റേണൽ കൺട്രോൾ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം എന്നൊന്നും ഒരു നിയമം പറയണില്ല. ഓക്കെ, നമ്മളിപ്പോ 2 പ്രൊവിഷൻ പഠിച്ചല്ലോ, ആന്റി ബ്രൈബറിയും പഠിച്ചു, അക്കൗണ്ടിങ് പ്രൊവിഷനും പഠിച്ചു. ഇതിൽ എവിടെയെങ്കിലും നിങ്ങൾ ഇന്റേണൽ കൺട്രോൾ എന്ന് കണ്ടടാ? എവിടെയെങ്കിലും കണ്ടിരുന്ന? No, sir. ഇല്ല അല്ലേ? അപ്പോ ഇവര് മെയിൻ ആയിട്ട് പറയണത് ഇന്റേണൽ കൺട്രോളിനെ കുറിച്ചൊന്നും എവിടെയും പറയണില്ല. ജസ്റ്റ് ഇവരുടെ ലോജിക് എന്ന് പറയണത് ഇത്രേ ഉള്ളൂ: നല്ലൊരു ഇന്റേണൽ കൺട്രോൾ നമ്മുടെ കമ്പനിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇല്ലീഗൽ പേയ്മെന്റ്സും നടത്താൻ പറ്റൂല. Therefore, under the Foreign Corrupt Practices Act, corporate management is required to maintain books, records, and accounts that accurately and fairly reflect transactions, and to develop and maintain a system of internal accounting control. അതായത് ഈ ഫോറിൻ കറപ്റ്റ് പ്രാക്ടീസസ് ആക്ട് പ്രകാരം എല്ലാ കമ്പനീസും ബുക്സ് ആൻഡ് റെക്കോർഡ്സ് ഒക്കെ അക്യുറേറ്റ് ആൻഡ് എല്ലാ ട്രാൻസാക്ഷനും റിഫ്ലക്ട് ചെയ്തിട്ട് വേണം അവരുടെ ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എന്നാണ് സംഭവം പറയണത്. അല്ലാണ്ട് വേറെ ഒരു പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. ഓക്കെ, സംഭവം മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആന്റി ബ്രൈബറി പ്രൊവിഷൻ എന്തെങ്കിലും ഇനി ഡൗട്ട് ഉണ്ടോ? അക്കൗണ്ടിങ് പ്രൊവിഷൻ ഡൗട്ട് ഉണ്ടോ? ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത സംഭവം ഇതിൽ എവിടെയും ഇന്റേണൽ കൺട്രോളിന്റെ കാര്യം പറയണമെന്നില്ല. പക്ഷെ ഇവരുടെ മേജർ ലോജിക് എന്താണ്? നല്ലൊരു എഫക്റ്റീവ് ഇന്റേണൽ കൺട്രോൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇല്ലീഗൽ പേയ്മെന്റ്സ് ഒന്നും നടത്താനായിട്ട് പറ്റൂല എന്നാണ്. ആ ഒരു ലോജിക്കിലാണ് ഈ സംഭവം. ഓക്കെ ഓക്കെയാണോ? എന്താണ് നിങ്ങളൊരു ഉഷാറില്ലല്ലോ? Okay, sir. ആകെ അഭിനവ് മാത്രം ഓക്കെ സർ, യെസ് സർ. ബാക്കി ആരും ഒന്നും പറയില്ല. അഭിനവിന് കുറച്ച് റെസ്റ്റ് എടുത്തോളാം. പാവുണ്ട്, Okay. പാവുണ്ട്. ക്ലാസ് തുടങ്ങിയപ്പോ തൊട്ട് അവൻ മാത്രം റെസ്പോണ്ട് ചെയ്യാ, ബാക്കി ആരുമില്ല. ഇതെന്തത് കണ്ട? അലീനൊക്കെ വെറും സ്മൈല് മാത്രമേ ഉള്ളൂ. എന്നാൽ അത് മൈക്കൊക്കെ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. അതൊന്നുമില്ല. അതെന്താടാ നിങ്ങള് കോളേജൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചിട്ട് ഇരിക്കണോ? കോളേജൊക്കെ കഴിഞ്ഞ് കോളേജിലൊക്കെ പോയി അതിൻ്റെതായ ക്ഷീണം നിങ്ങൾക്ക് ഉണ്ടാ? ഇപ്പൊ ഓഫ്ലൈൻ ക്ലാസ് ആണോ നിങ്ങൾക്ക്, അതോ ഓൺലൈനോ? ദേവഗിരിയിൽ ഓഫ്ലൈൻ ക്ലാസ് തുടങ്ങിയിട്ടില്ല, സർ. ഇല്ല, ഓൺലൈൻ തന്നെയല്ലേ ഇപ്പോഴും? അല്ല, കുറെ പേർക്ക് തുടങ്ങിയിട്ടുണ്ട് ഓഫ്ലൈൻ. ആഹാ, ഓക്കെ. എന്നിട്ട് എന്താണ് ആർക്കും ഒരു ഉഷാറില്ലല്ലോ? ഞാൻ വിചാരിച്ചു ഇനി കോളേജിലൊക്കെ പോയതിന്റെ ഒരു ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും. അല്ലെങ്കിൽ വിദ്യാരൂപയിലുണ്ടോ ക്ലാസ്സിൽ പിള്ളേര് മിണ്ടാൻ പാടില്ല എന്നുള്ള റൂൾ എങ്ങനെ അവര് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടാ? അങ്ങനെ റൂൾ എന്തെങ്കിലും ഉണ്ടോ? നമുക്കത് ബ്രേക്ക് ചെയ്തോളയാം. അങ്ങനത്തെ റൂളൊന്നും ഇവിടെ വേണ്ട. ഓക്കെ, ശരി. എന്നാ ഏതെങ്കിലും ഒരാളൊന്ന് പറഞ്ഞു നോക്കട്ടെ, എങ്ങനെയുണ്ട് നിങ്ങളുടെ CMA ജേർണി എന്ന് പറയാം. ഇതിപ്പോ കുറെ നേരമായില്ല നമ്മൾ പഠിപ്പിക്കുന്നു. ഇപ്പൊ 2-3 ദിവസമായി ഞാൻ പഠിപ്പിക്കുന്നു. വേറൊരു കാര്യം പറ, എങ്ങനെയുണ്ട് നിങ്ങളുടെ CMA ജേർണി? ഒരാള് നോക്കട്ടെ, ആർക്കാണ് മ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റാൻ ധൈര്യം നോക്കട്ടെ. യെസ്, കണ്ട ഈ ചാറ്റിൽ നോക്കി. യെസ് സർ, വായിച്ചു. ഓക്കെ സർ, സർ, യെസ് യെസ്, അല്ല, നോ 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 നോ. ഇത് തന്നെ ഉള്ളു ചാറ്റ് ബോക്സിൽ. എന്താ ഒരാൾക്ക് പോലും മ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റൂലടാ. നമ്മുടെ ക്ലാസ്സിൽ എത്ര പേരുണ്ട് നോക്കട്ടെ? 21 പേരുണ്ട്. എന്നിട്ടാണ് ഇത്രയും പ്രശ്നം. ഓക്കെ, ഇതിലിപ്പോ ആകെ ബോയ്സ് എന്ന് പറഞ്ഞ ബെഞ്ചമിൻ ഉണ്ട്. ഓക്കെ, ബെഞ്ചമിനും അഭിനവ് മാത്രം ഉണ്ട് അല്ലെ? ചിലവരൊക്കെ ലെഫ്റ്റ് അടിച്ചു പോണു. ഇത് ആരാടാ ലെഫ്റ്റ് ഒക്കെ അടിച്ചു പോണ? ക്ലാസ് കഴിഞ്ഞിട്ടൊന്നുമില്ല, ഞാനൊരു 5 മിനിറ്റ് നിങ്ങളൊന്ന് ഇതാക്കാന്ന് വെച്ചിട്ടാ. ഓ, സാറിന് വേറെ പണിയില്ല, സാറ് ക്ലാസ് എടുക്കുക എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണോ നിങ്ങക്ക്? ഞങ്ങക്ക് ക്ലാസ് മാത്രം മതി എന്നാണോ?
എന്നാ ശരി, ക്ലാസ് എടുക്കാം. ഓക്കെ. കേൾക്കുന്നുണ്ടായിരുന്നു. ആരാണ് ഇപ്പൊ അൺമ്യൂട്ട് സംസാരിച്ച ആ വ്യക്തി? സാർ ഞാനാണ്. ഓക്കെ. പേര്? ബെഞ്ചമിൻ. ആ ഓക്കെ. നീ ഓക്കെ. കണ്ട, ബെഞ്ചമിനും ഉണ്ട്, അഭിനവും ഉണ്ട്. ബോയ്സിന് മാത്രമേ ധൈര്യമുള്ളൂ കേട്ടോ നമ്മുടെ ക്ലാസ്സില്. ബാക്കി ഗേൾസിനൊന്നും ഒരു ധൈര്യമില്ല. പക്ഷെ എന്ത് ചെയ്യാനാ, മെജോറിറ്റി ഗേൾസും ആയിപ്പോയി. ആകെ ബോയ്സ് എന്ന് പറയാനായിട്ട് 2 പേരുള്ളൂ. ബാക്കിയൊക്കെ ഗേൾസ് ആണ്. ബെഞ്ചമിൻ, പിന്നെ അഭിനവ്. വേറെ ആരുമില്ലല്ലോടാ? ഇല്ല, വേറെ ആരുമില്ല. ബാക്കിയൊക്കെ ഗേൾസാ. ഗോപികൃഷ്ണൻ. ഓക്കെ. ഗോപികൃഷ്ണന്റെ കാര്യം നിങ്ങൾക്ക് ഒരു വിറ്റ് കേൾക്കണം. ഗോപികൃഷ്ണനാന്ന് തോന്നുന്നു. അതെ, ഞാൻ എല്ലാരോടും കഴിഞ്ഞ ക്ലാസ്സിൽ ഡൗട്ട് ഉള്ളവര് മാത്രം നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഓക്കെ. അപ്പൊ പതുക്കെ പതുക്കെ ഈ നമ്പർ കുറഞ്ഞല്ലോ. അവസാനം എന്തായെന്നറിയോ? ഞാനും ഗോപികൃഷ്ണനും മാത്രമായി. എന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞേട്ടാ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അവൻ റെസ്പോണ്ടില്ല, ഒന്നുമില്ല. സംഭവം എന്താ, ജസ്റ്റ് ഓണാക്കി വെച്ച് പോയേക്കാണ്. പുള്ളിക്കാരന്റെ വിചാരം ഞാൻ 9:30 ക്ലാസ് നിർത്തുള്ളൂ എന്നാ. പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം 9:15 ആയപ്പോ ഒരു ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ വെച്ചല്ലോ. എന്നിട്ട് ഞാനും ഗോപികൃഷ്ണനും അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ കുറെ ചോദ്യം ചോദിച്ചു. എന്തൊക്കെയുണ്ടോ, സുഖല്ലേ? ഗോപികൃഷ്ണൻ ഇതൊന്നും അറിയണില്ല. പുള്ളിക്കാരൻ 9:30 ഇതിന്റെ അവസാനം 9:30 ആയിട്ടും പുള്ളിക്കാരൻ പോണ കാണുന്നില്ല. എന്നിട്ട് ഞാൻ മീറ്റിംഗ് ലെഫ്റ്റ് അടിച്ചിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയത്. ബാക്കി ആരുമില്ല, നിങ്ങളൊക്കെ പോയി. ആകെ ഗോപികൃഷ്ണൻ മാത്രമുണ്ട്. ഒരു ഡൗട്ടും ഒന്നുമില്ല. ഇപ്പോഴും നിങ്ങളൊന്ന് നോക്കി നോക്കിയേ, ഗോപികൃഷ്ണൻ വിളിച്ചു നോക്കിയേ, ആളെ റെസ്പോണ്ട് ചെയ്യില്ല. ഇത്രയും കഥ നമ്മൾ കേട്ടില്ലേ? നമ്മൾ എന്തൊക്കെ പറഞ്ഞ്, എന്നിട്ട് ആള് കണ്ട ഇല്ല. ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് ഇത് ഷെയർ ചെയ്ത് പറഞ്ഞ കഥയാ. കാരണം എനിക്ക് ഭയങ്കര ഫണ്ണി ആയിട്ട്. താങ്ക് യു ഗൈസ്. അല്ലെങ്കിൽ ഞാൻ പെട്ടുപോകാനെ. ഞാൻ ഇനി ഇതൊക്കെ ഒന്നും കൂടി പറയേണ്ടി വന്നേനെ. ഓക്കെ, അപ്പൊ താങ്ക് യു. ശരി, അപ്പോ ഈ പബ്ലിക് കമ്പനി അക്കൗണ്ടിങ് ഓവർസൈറ്റ് ബോർഡിന്റെ മേജർ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. ഈ നമ്മുടെ കമ്പനീസ് ഒക്കെ ഓഡിറ്റ് ചെയ്യാനായിട്ട് ആൾക്കാർ വരൂലേ? അതായത് ഫോർ എക്സാമ്പിൾ ഈ EY, KPMG, ഡിലോയിറ്റ്, പിന്നെ PwC എന്നൊക്കെ പറയണതാണല്ലോ ഒരു എക്സ്റ്റേണൽ ഓഡിറ്റിംഗ് കമ്പനി അല്ലെ? ബിഗ് 4 നിങ്ങൾ കേൾക്കണില്ലേ? നിങ്ങൾ കേട്ടിട്ടില്ലേ ബിഗ് 4 ഒക്കെ അല്ലേ? അപ്പോ ഈ ബിഗ് 4ന്റെ ജോബ് എന്താ? നമ്മുടെ കമ്പനീസിൽ വന്ന് ഓഡിറ്റ് ചെയ്യലാണ് ഇവരുടെ ജോലി. നമുക്കിപ്പോ EYലൊക്കെ വെച്ചാല് എങ്ങനത്തെ സംഭവം എന്ന് വെച്ചാൽ, EYല് പല കമ്പനീസും വന്ന് നമുക്ക് എപ്പോഴും ആലോചിക്കേണ്ടത് എന്താ വെച്ചാല്, നിങ്ങൾക്ക് എത്രത്തോളം ഇതറിയാമെന്ന് ഞാൻ ചെക്ക് ചെയ്യട്ടെ. ഏതൊക്കെയാണ് നിങ്ങളൊന്ന് പറഞ്ഞ കോർപ്പറേറ്റ് ഇൻകം ടാക്സ് റിട്ടേൺ അല്ലാണ്ട് നിങ്ങൾക്ക് എന്തറിയാം? വേറെ എന്തൊക്കെയുണ്ട് അതുപോലെ? അതായത് ഇപ്പൊ ഇന്ത്യയിൽ കോർപ്പറേറ്റ് ഇൻകം ടാക്സ് റിട്ടേൺ അടയ്ക്കണം എന്നറിയാലോ. അതിലാർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? അതറിയാത്തവരുണ്ടോ? ഇല്ലല്ലോ. എല്ലാ വർഷവും കമ്പനീസ് ഇൻകം ടാക്സ് അടയ്ക്കണം, കോർപ്പറേറ്റ് ഇൻകം ടാക്സ് അടച്ചിരിക്കണം. അതുപോലെ അങ്ങനെ പല ഓഡിറ്റും ഉണ്ട്, പല സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. എന്താണ് ഈ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള കാര്യം? സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കോർഡിംഗ് ടു ലോ സബ്മിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഈ സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറയുന്നത്. അതായത് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂ ഡേറ്റ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അല്ലേ? സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂ ഡേറ്റ് ഇന്ന് 31st മാർച്ച്. അതായത് 31 മാർച്ച് ആകുമ്പോഴേക്കും നമ്മൾ നമ്മുടെ അക്കൗണ്ട്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യണം. ഓക്കെ. അതുപോലെ പല ഓഡിറ്റും ഉണ്ട്, അല്ലെങ്കിൽ പല ഈ കോർപ്പറേറ്റ് ഇൻകം ടാക്സ് റിട്ടേൺ പോലെ പല റിട്ടേൺസും നമ്മൾ ഗവൺമെന്റിന് സബ്മിറ്റ് ചെയ്യണം. നിങ്ങൾക്ക് അറിയോ അങ്ങനെ എന്തെങ്കിലും ഒരു റിട്ടേൺ എക്സെപ്റ്റ് കോർപ്പറേറ്റ് ഇൻകം ടാക്സ് റിട്ടേൺ? അറിയോ? അറിയില്ല ആർക്കും? ഒന്നും കേട്ടിട്ടില്ലേ? കോർപ്പറേറ്റ് ഇൻകം ടാക്സ് റിട്ടേൺ മാത്രമേ നിങ്ങൾക്ക് അറിയൂ? യെസ് ആണോ നോ ആണോ? ഇത് ബാഡാട്ടാ. അറിയില്ല, ഞാൻ കേട്ടിട്ടില്ല. അറിയില്ല. ഓക്കെ. കണ്ടോ, ഇതുപോലെ ഒന്ന് ഒരു റെസ്പോണ്ട് ചെയ്യടാ. ചാറ്റ് ബോക്സിലായാലും മതി. നോ. അപ്പൊ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാലോ.
അപ്പോ എന്താ സംഭവം എന്ന് വെച്ചാൽ പല രാജ്യത്തും പല റിട്ടേൺസും നമ്മൾ ഫയൽ ചെയ്യണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഫ്രാൻസ് ഉണ്ടല്ലോ, ഫ്രാൻസില് ഫോർകാസ്റ്റ് ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഓക്കെ, അപ്പോ പിന്നെ വേറൊരു സംഭവം പ്രോഫിറ്റ് ടാക്സ് റിട്ടേൺ. ഹോങ്കോങ്ങില് പ്രോഫിറ്റ് ടാക്സ് റിട്ടേൺ എന്ന് പറയുന്ന ഒരു റിട്ടേൺ അവിടെ ഉണ്ട്. അങ്ങനെ എല്ലാ രാജ്യത്തും അതിൻ്റെതായ റിട്ടേൺസ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ കമ്പനീനെ ഓഡിറ്റ് ചെയ്യാൻ വരണ എക്സ്റ്റേണൽ ഓഡിറ്റിംഗ് ഫേമിനെ മോണിറ്റർ ചെയ്യലാണ് ഇവരുടെ മേജർ റെസ്പോൺസിബിലിറ്റി. ഓക്കെ, ഇപ്പൊ പബ്ലിക് കമ്പനി അക്കൗണ്ടിങ് ഓവർസൈറ്റ് ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മുടെ കമ്പനി എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സിനെ മോണിറ്റർ ചെയ്യലാണ് ഇവരുടെ മേജർ റെസ്പോൺസിബിലിറ്റി എന്ന് പറയണത്. ഓക്കെ, അപ്പോ ഇവിടെ അവര് ചെയ്യണത് എന്താന്ന് വെച്ചാല് ഈ നിങ്ങൾ ഈ സത്യൻ കമ്പ്യൂട്ടേഴ്സിന്റെ സ്കാം കേട്ടിട്ടുണ്ടോ? സത്യൻ കമ്പ്യൂട്ടർ സ്കാം കേട്ടിട്ടുണ്ടോ? സത്യം കമ്പ്യൂട്ടർ സ്കാം നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളുടെ ക്ലാസ്സിൽ. പറഞ്ഞിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഓക്കെ, ശരി. എന്നാ അതിനെ കുറിച്ച് എന്താണ് ലൈക്ക് അറിയണത് നിനക്ക്? ബെഞ്ചമിൻ പറ, നമുക്ക് ഇതൊക്കെ അറിയണം. കേട്ടിട്ടുണ്ട്, പക്ഷെ കാര്യമായിട്ട് അറിയത്തില്ല. എന്നാ ശരി, അവരെന്താ ചെയ്തതെന്ന് വെച്ചാല്, അപ്പോ ഈ സ്റ്റോറി എന്ന് പറഞ്ഞാൽ സത്യം കമ്പ്യൂട്ടേഴ്സിന്റെ സ്റ്റോറിയും കൂടി നിങ്ങൾ നാളെ വായിച്ചിട്ട് വരണം കേട്ടോ. ഓക്കെ, 3 കാര്യങ്ങളാണ്: എൻറോൺ, വേൾഡ് കോം, സത്യം കമ്പ്യൂട്ടേഴ്സ്. ഓക്കെ, അപ്പൊ സത്യം കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു 4-5 വർഷം മുമ്പ് ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഫ്രോഡുലന്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവർ സബ്മിറ്റ് ചെയ്തത്. ഓക്കെ, പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫോക്കസ് അതല്ല. ഓക്കെ, കമ്പനി അല്ലേ, അത് ഫ്രോഡ്സ് നമുക്ക് ചെയ്യാം, അവരെന്തായാലും ചിലപ്പോൾ ചെയ്യും. ഓക്കെ, പക്ഷെ നമ്മുടെ ഫോക്കസ് എന്താണെന്ന് വെച്ചാല് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഡിറ്റ് ചെയ്ത ഓഡിറ്റേഴ്സ് ഇല്ലേ, അതായത് അവർക്ക് സത്യം പറയാന്ന് വെച്ചാൽ ഈ കമ്പനി നല്ലതാണ് എന്ന് പറഞ്ഞ് കള്ളം പറയേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ഒരു ബ്രൈബ് ചെയ്താലേ ഇവരൊക്കെ എന്തെങ്കിലും കള്ളം പറയുള്ളൂ. കറക്റ്റ് അല്ലേ? കാരണം ഇവരുടെ സ്വന്തം കമ്പനി അല്ലല്ലോ, വേറൊരാളുടെ കമ്പനി നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ എന്നിട്ടും അവരെന്ത് ചെയ്ത്, അവര് പറഞ്ഞത് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് എന്നാണ് പറഞ്ഞത്. അപ്പോ സത്യം കമ്പ്യൂട്ടർ സ്കാമില് സത്യം പറയാന്ന് വെച്ചാൽ ആ കമ്പനി മാത്രമല്ല ഉള്ളത്, എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സും കൂടി ഇൻവോൾവ് ആയിട്ടുണ്ട്. ഓക്കെ, ആ എക്സ്റ്റേണൽ ഓഡിറ്റർ ആരാന്നറിയോ? ഏത് കമ്പനിയാണെന്നറിയോ എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സ്? ആ എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സ്, സത്യം കമ്പ്യൂട്ടേഴ്സിനെ ഓഡിറ്റ് ചെയ്ത എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സ് ആരാന്നറിയോ? യെസ്, അതെങ്ങനെ അറിയാം? ഞാൻ പറഞ്ഞിട്ടുണ്ടാ? ആ, ഓക്കെ, PwC. ഓക്കെ, അപ്പോ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ കമ്പനികളിൽ മാത്രമല്ല ഫ്രോഡുലന്റ് ആക്ടിവിറ്റി നടക്കുന്നത്. ഇപ്പൊ കമ്പനീസും എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സും കൂടി ഒത്തുചേർന്നാൽ എന്തായാലും ഇൻവെസ്റ്റേഴ്സിനെ പറ്റിക്കാൻ പറ്റും. അതായത് ഒരു ഫ്രോഡുലന്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് സബ്മിറ്റ് ചെയ്യാൻ പറ്റും SECക്ക് അല്ലെ? അപ്പോ അങ്ങനെ സംഭവിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് സോക്സിൽ എന്ത് പറയണത്, ഇങ്ങനെ ഒരു ഓർഗനൈസേഷൻ ഫോം ചെയ്തത്. അപ്പൊ ഈ ഓർഗനൈസേഷന്റെ മേജർ ജോബ് എന്താ? നമ്മുടെ കമ്പനീനെ ഓഡിറ്റ് ചെയ്യണ എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സിന്റെ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുക, അവരുടെ രജിസ്ട്രേഷൻ കാര്യങ്ങൾ നോക്കുക. ഓക്കെ, രജിസ്ട്രേഷൻ ഒക്കെ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, പിന്നെ അവരുടെ കമ്പനി ചെന്ന് അവരെ ഓഡിറ്റ് ചെയ്യുക. സത്യം പറയാൻ വെച്ചാൽ എന്തോ ഒരു അക്കോർഡിംഗ് ടു സെക്യൂരിറ്റി എക്സ്ചേഞ്ച് കമ്മീഷൻ എല്ലാ വർഷവും നമ്മൾ എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സിന്റെ കമ്പനി ഓഡിറ്റ് ചെയ്യണം. അതായത് സെക്യൂരിറ്റി ഈ പബ്ലിക് കമ്പനി അക്കൗണ്ടിങ് ഓവർസൈറ്റ് ബോർഡിലെ ഇവര് ഓരോരോ ഓഡിറ്റിംഗ് ഫേമിൽ പോയി ആ ഓഡിറ്റിംഗ് ഫേമിന്റെ അക്കൗണ്ട്സ് ഒക്കെ ഓഡിറ്റ് ചെയ്യലാണ് ഇവരുടെ മേജർ റെസ്പോൺസിബിലിറ്റി. നിങ്ങൾ CPA എന്ന് കേട്ടിട്ടില്ലേ? CPA, ഇവിടെ CA, ഇവിടെ CA, അവിടെ CPA അല്ലെ? ഇവിടെ CA കാരാണ് അവിടെ സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് US അല്ലെ? അവർക്കാണ് ഓഡിറ്റ് ചെയ്യാനായിട്ടുള്ള അതോറിറ്റി ഉള്ളത്. നമുക്ക് ഓഡിറ്റ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഓഡിറ്റ് ചെയ്യാൻ പറ്റൂടാ? ഇല്ല. അപ്പോ ഈ CPA കാരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം, രജിസ്റ്ററിങ് പബ്ലിക് അക്കൗണ്ടിങ് ഫേംസ് ദാറ്റ് ഓഡിറ്റ് പബ്ലിക് കമ്പനി. അപ്പൊ PCAOBന്റെ അടിയിൽ രജിസ്റ്റർ ചെയ്ത അക്കൗണ്ടിങ് ഫേംസിന് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പബ്ലിക് കമ്പനീസിനെ ഓഡിറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ.
Okay, the Sarbanes-Oxley Act requires all accounting firm, both US and non-US firms that prepare or issue audit reports on or participate in audits of US public company to register with the PCAOB. അതായത് ഇത് എന്താ ബേസിക്കലി എന്താ പറയണെന്ന് വെച്ചാൽ യു എസിലുള്ള എല്ലാം അക്കൗണ്ടിങ് ഫേം, അതായത് യു എസും നോൺ യു എസ് ഫേംസും ആയിക്കോട്ടെ, ഇവര് യു എസ് കമ്പനീനെ ഓഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഓക്കെ, യു എസ് പബ്ലിക് കമ്പനീസിനെ ഓഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഓഡിറ്റിംഗ് ഫേംസ് എല്ലാം PCAOBന്റെ അടിയിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ഇവർക്ക് യു എസ് കമ്പനീനെ ഓഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സംഭവം മനസ്സിലായോ? അതായത് യു എസിലുള്ള കമ്പനീസിനെ ഓഡിറ്റ് ചെയ്യണമെങ്കിൽ എല്ലാം ഓഡിറ്റിംഗ് ഫേംസും PCAOB എന്ന് പറയുന്ന ഓർഗനൈസേഷന്റെ അടിയിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ അവർക്ക് ഓഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയണത്. സംഭവം മനസ്സിലായോ? ഫസ്റ്റ് പോയിന്റ് മനസ്സിലായോ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ചാറ്റ് ബോക്സിൽ യെസ് അയച്ച് എന്തെങ്കിലും ഡൗട്ട് ഓക്കെ ആണെങ്കിൽ. ഓക്കെ, ശരി. ഇങ്ങനെ ഈച്ച് ലൈൻ ആയിട്ട് പോവാട്ടോ. എസ്റ്റാബ്ലിഷിംഗ് ഓഡിറ്റിംഗ് ആൻഡ് റിലേറ്റഡ് അറ്റസ്റ്റേഷൻ, ക്വാളിറ്റി കൺട്രോൾ, എത്തിക്സ്, ഇൻഡിപെൻഡൻസ് ആൻഡ് അതർ സ്റ്റാൻഡേർഡ്സ് റിലേറ്റിംഗ് ടു ദ പ്രിപ്പറേഷൻ ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് ഫോർ സെക്യൂരിറ്റീസ് ഇഷ്യൂസ്. ഓക്കെ, അതായത് എസ്റ്റാബ്ലിഷിംഗ് ഓഡിറ്റിംഗ് ആൻഡ് റിലേറ്റഡ് അറ്റസ്റ്റേഷൻ, ഓക്കെ, ക്വാളിറ്റി കൺട്രോൾ, അതായത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഓഡിറ്റ് ചെയ്യാനായിട്ടുള്ള ക്വാളിറ്റി. ഇപ്പൊ ഓഡിറ്റിംഗ് തന്നെ പല രീതിയിലുണ്ട് ക്വാളിറ്റി. അതായത് നല്ല രീതിയിൽ ഓഡിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഒരു നെയിം സേക്കിന് ഓഡിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ നല്ല രീതിയിൽ ഓഡിറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഇൻഡെപ്ത് ആയിട്ട് പോവുക. നെയിം സേക്ക് എന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ അക്കൗണ്ട്സ് നോക്കിയിട്ട് ഓക്കെ ഇതൊക്കെ 100% ട്രൂ ആണ് എന്ന് പറഞ്ഞ് പോണവരും ഉണ്ട്. ഓക്കെ, അപ്പോ പക്ഷെ നിങ്ങൾ ഈ വാക്ക് എത്തിക്സ് നിങ്ങൾക്ക് അറിയാം, പക്ഷെ ഈ വാക്ക് നിങ്ങൾക്ക് അറിയോ? ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന സംഭവം എന്താണെന്നറിയോ? ഇൻഡിപെൻഡൻസ് എന്താ? നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ അല്ല കേട്ടോ, ഇവിടെ പറയണ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? എന്താണത് നോക്കട്ടെ, ആർക്കെങ്കിലും അറിയാം? നോക്കട്ടെ, ഇൻഡിപെൻഡൻസ്. ആർക്കെങ്കിലും അറിയോ? ഇൻഡിപെൻഡൻസ് കേട്ടിട്ടുണ്ടോ? ഇൻഡിപെൻഡൻസ് എന്താണെന്ന്? കമ്പനിയുമായിട്ട് ഒരു റിലേഷൻ ഉണ്ടാവാത്തൊരു അവിടെ നിന്നാണോ? അതന്നെ, വേറെ കമ്പനീസിന്റെ പ്രഷർ ഒന്നും ഇല്ലാതെ. അതല്ല, ബെഞ്ചമിൻ പറഞ്ഞതാണ് ആബ്സല്യൂട്ട്ലി കറക്റ്റ്. ഓക്കെ, മനീഷ പറഞ്ഞല്ല, ബെഞ്ചമിൻ പറഞ്ഞതാണ് ആക്ച്വലി കറക്റ്റ്. കാരണം ബെഞ്ചമിൻ CA ഫേമിൽ വർക്ക് ചെയ്ത ആളല്ലേ? അല്ലേ? അതെ സാർ, അതെ. ഓക്കെ, അപ്പൊ അവിടെ നിന്നാണോ നിനക്ക് ഈ നോളേജ് കിട്ടിയത്? അതോ എവിടെന്നെങ്കിലും നമ്മുടെ CMA തന്നെ ഉണ്ടോ, പഠിപ്പിച്ചിട്ടുണ്ടോ? അല്ല, ഞാനിപ്പം വായിച്ചപ്പം തോന്നിയത്. ഗുഡ്. അപ്പൊ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കേട്ടോ. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കഥ ഞാൻ യൂട്യൂബിൽ കണ്ടതാട്ടോ. ഓക്കെ, ഏതോ ഒരു ബിഗ് 4 ഒരു കമ്പനിയിലുള്ള ഒരു എംപ്ലോയി, ഓക്കെ, ഈ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ ഫോർ എക്സാമ്പിൾ, ഇപ്പോ ഞാനിപ്പോ EYയിൽ വർക്ക് ചെയ്യുകയാണെന്ന് വിചാരിച്ചോ. ഓക്കെ, അസ്യൂം ചെയ്യുകയാണെ EYയിൽ വർക്ക് ചെയ്യുകയാണെന്ന് നിങ്ങൾ അസ്യൂം ചെയ്തോ. ഓക്കെ, എന്നിട്ട് എനിക്കൊരു കമ്പനി, അതായത് EYയിലോട്ട് വേൾപൂൾ എന്ന് പറയുന്ന ഒരു കമ്പനി കോൺട്രാക്ട് എൻ്റർ ചെയ്തു. അതായത് ഞങ്ങളുടെ അക്കൗണ്ട്സ് ഒക്കെ EY ഓഡിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ EY എന്ത് ചെയ്തു? ഓക്കെ, സാങ്ഷൻ, ഒരു പ്രശ്നവുമില്ല, ഒരു കുഴപ്പമില്ല, ഞങ്ങൾ ചെയ്തുതരാം, ഞങ്ങളുടെ ഫീസ് ഇത്രയൊക്കെയാണ്, ഇത്ര മില്യൺ ആണ്, നിങ്ങൾ അത് തന്നാൽ മതി, ഞങ്ങൾ ചെയ്തേക്കാം. അപ്പൊ വേൾപൂൾ പറഞ്ഞു ഓക്കെ, നോ പ്രോബ്ലം, ശരി. എന്നിട്ട് ഈ കോൺട്രാക്ട്, അതായത് വേൾപൂളിനെ ഓഡിറ്റ് ചെയ്യണം എന്ന് പറയുന്ന ഒരു ജോലി അല്ലെങ്കിൽ ഒരു ജോബ്, ആ ജോബ് എൻ്റെ ടീമിനെയാണ് ഏൽപ്പിച്ചത്. ഓക്കെ, പക്ഷെ വേൾപൂളില് എൻ്റെ ഒരു റിലേറ്റീവോ അല്ലെങ്കിൽ എൻ്റെ ഒരു സ്പൗസ്, ഓക്കെ, ആരെങ്കിലും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചോ, ഞാനായിട്ട് ബന്ധമുള്ള ആരോ ആ വേൾപൂളിലുണ്ട്. ഓക്കെ, പക്ഷെ ഞാൻ ഇത് ആരോടും പറഞ്ഞില്ല. എനിക്ക് തോന്നി ഇതൊന്നും ആരോടും പറയേണ്ട ആവശ്യമില്ല, അതിനിപ്പോ എന്താ,
എന്റെ ഫ്രണ്ടാണല്ലേ, അല്ലെങ്കിൽ എന്റെ സിസ്റ്റർ അല്ലേ, എന്റെ കസിൻ അല്ലേ, അതൊന്നും പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു നിന്നാൽ അത് തെറ്റാണ്. അപ്പൊ ഞാൻ അവിടെ ചെയ്ത് എന്താന്ന് വെച്ചാൽ വയലേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ് ഞാൻ ചെയ്തേക്കുന്നത്. അപ്പൊ ഇവിടെ എന്താ ഉദ്ദേശിക്കണെന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സിന് ഒരിക്കലും ആ കമ്പനി ഓഡിറ്റ് ചെയ്യുന്ന കമ്പനിയായിട്ട് ഒരു റിലേഷൻഷിപ്പ് പോലും പാടില്ല എന്നാണ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന സംഭവം. ഓക്കെ, നിങ്ങളിപ്പോ യൂട്യൂബിലൊക്കെ നോക്കാൻ വെച്ചാൽ ഏതോ ഒരു ബിഗ് ഫോർ, ഞാൻ മറന്നു ഏതാന്ന്. അപ്പൊ അവിടെ എന്താ സംഭവം വെച്ചാൽ ഒരു എംപ്ലോയി എവിടെയോ നെതർലാൻഡിലുള്ള ഒരു എംപ്ലോയി, ഓക്കെ, അയാൾക്ക് ഇങ്ങനെ ഒരു ജോബ് വന്ന് ഏതൊരു കമ്പനീനെ ഓഡിറ്റ് ആ കമ്പനിയെ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോ ആ ഏതോ ഒരു കമ്പനീനെ ഓഡിറ്റ് ചെയ്യാൻ വന്നപ്പോ ഇയാൾ എന്ത് ചെയ്തു, ഇയാളുടെ ആരോ അവിടെ ഉണ്ടായിരുന്നു, ഇയാളുടെ വൈഫാണ്. ഓക്കെ, ഇയാളുടെ വൈഫ് ആ കമ്പനിയിലാണ് വർക്ക് ചെയ്യണത്. പക്ഷെ ഇയാളിത് ആരോട് പറഞ്ഞില്ല. ഇയാളുടെ വൈഫ് അവിടെ വർക്ക് ചെയ്യണമെന്ന് ഈ വയലുള്ള ഒരുത്തിനും അറിയില്ല. ഇയാൾക്ക് തോന്നി ഇതിപ്പോ എന്താ പറയാനുള്ള, എന്റെ ഭാര്യയല്ലേ, പ്രശ്നമൊന്നുമില്ലല്ലോ, ഇപ്പൊ ഞമ്മക്കിപ്പോ എന്താണ്, അങ്ങനെ ഒരു രീതിയിൽ ആളിരുന്നു. പക്ഷെ ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു ദിവസം ഇത് പൊട്ടിപ്പൊളിഞ്ഞു വന്നു. അതായത് ഈ കമ്പനീനെ ഓഡിറ്റ് ചെയ്ത ആളുടെ വൈഫ് വർക്ക് ചെയ്യണ കമ്പനിയാണ്, എന്നിട്ട് എന്തുകൊണ്ടാണ് ഇയാളെ ആ ഓഡിറ്റിംഗ് ടീമിൽ നിങ്ങൾ ഇട്ടത് എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ വന്നു. ഓക്കെ, എന്നിട്ട് എന്താ സംഭവിച്ചതെന്ന് അറിയോ, ആ കമ്പനി, അതായത് ആ ഓഡിറ്റിംഗ് ഫേം ഇല്ലേ, ആ ഓഡിറ്റിംഗ് ഫേം അമ്മാതിരി ഫൈൻ അടയ്ക്കേണ്ടി വന്നിട്ടുണ്ട്. നല്ലൊരു എമൗണ്ട് ആണ്, എത്രയോ മില്യൺ ഫൈനാണ് അവർ പേ ചെയ്തത് ഈ ഒരു എംപ്ലോയി കാരണം. ഇയാളുടെ ഒരു കെയർലെസ്നെസ് കാരണം സംഭവിച്ചത് അതാ. ഓക്കെ, അപ്പൊ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന സംഭവം ഇത്രേ ഉള്ളൂ. നമ്മുടെ എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സിന് ഒരു ബന്ധവും പാടില്ല, അവര് ഓഡിറ്റ് ചെയ്യാൻ പോണ കമ്പനിയായിട്ട് ഒരു ബന്ധവും പാടില്ല. അതാണ് ഈ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന സംഭവം മനസ്സിലായ? ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന്. കാരണം അങ്ങനെ ഒരാള് നമ്മുടെ റിലേറ്റ് ചെയ്യുന്ന ഒരാൾ അവിടെ ഉണ്ടെങ്കിൽ ഇതൊരു അസംഷൻ എന്താന്ന് വെച്ചാൽ നമ്മുടെ ഓഡിറ്റിങ്ങിനെ അത് എഫക്ട് ചെയ്യും എന്നാണ് പറയണത്. അതായത് അവിടെ എന്തെങ്കിലും ഒരു ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിലും നമുക്ക് റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു മടി ഉണ്ടാകും. കാരണം നമ്മുടെ ആരൊക്കെയോ അവിടെ വർക്ക് ചെയ്യണല്ലോ, അപ്പൊ ആ കമ്പനീനെ കുറിച്ച് ബാഡ് ആയിട്ട് റിപ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാവും അതാവും എന്നൊക്കെ വിചാരിച്ച് നമ്മൾ റിപ്പോർട്ട് ചെയ്യൂല എന്നാണ് അതിന്റെ ഒരു ബേസിക് ലോജിക്. ഓക്കെ, അപ്പൊ സംഭവം മനസ്സിലായോ? ഇൻഡിപെൻഡൻസ് എന്നാണ് അത് എപ്പോഴും അറിഞ്ഞിരിക്കണം. ഇപ്പൊ നിങ്ങൾ ഈ വലിയ കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരില്ലേ, ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ EY, PwC, KPMG, ഞാൻ അതാണ് കേട്ടോ എപ്പോഴും ഈ എക്സാമ്പിളിന് ഫോക്കസ് ചെയ്യണത്. കാരണം അവരാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കമ്പനീസ് അല്ലെ. ഏതൊരു കൊമേഴ്സ് സ്റ്റുഡൻസും ആഗ്രഹിക്കുന്നത് അങ്ങനത്തെ കമ്പനിയിൽ വർക്ക് ചെയ്യാനല്ല. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടാടാ നമ്മുടെ ക്ലാസ്സിൽ ഇങ്ങനെ വർക്ക് ചെയ്യാനായിട്ട്? EYക്ക്, PwC, KPMGയിലൊക്കെ വർക്ക് ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടോ? നോക്കട്ടെ, ആർക്കെങ്കിലും താല്പര്യം ഉണ്ടോ? ആരെങ്കിലും ഡ്രീമാണോ? ഇതെന്താണ് ആരും റെസ്പോണ്ട് ഇല്ലല്ലോ. ഇപ്പൊ EY കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ശരി. ഒരാൾക്ക് EYയിൽ വർക്ക് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. ഓക്കെ, ശരി, ഇൻഷാ അല്ലാഹ് നടക്കട്ടെ. ഓക്കെ, ആഫ്റ്റർ CMA നിങ്ങൾ അവിടെ പ്ലേസ് ആവട്ടെ. ഓക്കെ, അപ്പോ ഇങ്ങനെയൊക്കെ ഒരു ആഗ്രഹം വേണം, നല്ല പഠിക്കാനായിട്ട് ഒരു രസം ഉണ്ടാവുള്ളൂ. ഇതിപ്പോ ആർക്കും ഒരു ആഗ്രഹം ഇല്ലാണ്ട് പിന്നെ എന്തിനാ നിങ്ങൾ പഠിക്കണത്? ഓക്കെ, അപ്പോ പക്ഷെ ഇവിടെയൊക്കെ വർക്ക് ചെയ്യണവർ ശ്രദ്ധിക്കണം. ഈ ആഗ്രഹം ഉണ്ടായാൽ മാത്രം പോരാട്ടാ, അമ്മാതിരി പ്രഷറാ. അത് ഇപ്പൊ തന്നെ മനസ്സിൽ വെക്കാൻ വെച്ചാ നിങ്ങൾക്കൊക്കെ സുഖമായി. എപ്പോഴും ഇങ്ങനെ വലിയ കമ്പനീസിലൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് പറയാം ഞാൻ EYയിലാണ് വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ PwCയിലെ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ KPMGയിലെ വർക്ക് ചെയ്യണം, ഞാൻ ഡിലോയിറ്റിലെ വർക്ക് ചെയ്യണം. ഇതൊക്കെ പറയുമ്പോൾ വി ആർ പ്രൗഡ് അല്ലെ. പക്ഷെ അതിനു വേണ്ടി നമ്മൾ ഫേസ് ചെയ്യേണ്ട കോൺസിക്വൻസ് ആണ് ഈ പ്രഷർ എന്ന് പറയുന്ന സംഭവം. സോ EYയിലായാലും എവിടെയായാലും പ്രഷർ എന്ന് പറയുന്ന സംഭവം ഭയങ്കര ഇമ്പോർട്ടൻ്റാ. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇൻഡിപെൻഡൻസിനെ കുറിച്ചാണ്. അപ്പോൾ അവിടെ കയറിയ ഏതെങ്കിലും ഒരു എംപ്ലോയീസിനോട് നിങ്ങൾക്ക് ചോദിച്ചാൽ മതി,
അവർക്ക് മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ടതാണ് ഈ ഇൻഡിപെൻഡൻസ്. കാരണം അവിടെ അവർ ഡിസ്ക്ലോസ് ചെയ്യും ഞങ്ങളുടെ ആരൊക്കെ എവിടെയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മുടെ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള ഫേമിൽ ആരെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ, നമ്മളിപ്പോൾ കറന്റ് ഓഡിറ്റ് ചെയ്യണ കമ്പനിയിൽ ആരെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം. അത് അവർക്കൊരു ഒരു പ്രൊസീജിയറാണ് ഇൻഡിപെൻഡൻസ് ചെക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം. നിങ്ങൾ ആരെങ്കിലും വർക്ക് ചെയ്യണമെങ്കിൽ ഇവയിലോ ഇങ്ങനെ ഏതെങ്കിലും ബിഗ് ഫോറിൽ വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ പോയി ചോദിക്കണം എന്താണ് ഈ ഇൻഡിപെൻഡൻസ് ചെക്ക് എന്ന്. അപ്പൊ അവര് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. ഓക്കെ, ഈ പോയിന്റിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോടാ? സർ. ഓക്കെ, ശരി. കണ്ടക്ടിങ് ഇൻസ്പെക്ഷൻസ് ഓഫ് രജിസ്റ്റേർഡ് പബ്ലിക് അക്കൗണ്ടിങ് ഫേംസ്. ഓക്കെ, അതായത് ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ PCAOBയുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഇന്റൻഷൻ അല്ലെങ്കിൽ മേജർ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ ഓഡിറ്റിംഗ് കമ്പനീനെ പോയി ഇൻസ്പെക്ട് ചെയ്യുക, അവരുടെ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യുക, ഇതൊക്കെയാണ് ഇവരുടെ മേജർ ഇന്റൻഷൻ. അതായത് ഞാൻ പറഞ്ഞ പോലെ വർഷത്തിലോ എന്തോ ഒരു കണക്കുണ്ട്, ഞാൻ എന്തായാലും നാളെ ഒന്ന് റെഫർ ചെയ്തിട്ട് പറഞ്ഞുതരാം. PCAOBന്റെ റൂൾ അനുസരിച്ച് എല്ലാ വർഷവും എക്സ്റ്റേണൽ ഓഡിറ്റിംഗ് കമ്പനീസിനെ പോയി അവരുടെ ബുക്സ് മെയിൻറ്റെയിൻ അവരുടെ ബുക്സ് ചെക്ക് ചെയ്യുക. ഓക്കെ, അവര് ഓഡിറ്റ് ചെയ്യണതൊക്കെ ശരിയാണോ എന്നൊക്കെ ചെക്ക് ചെയ്യൽ ഇവരുടെ ഒരു റുട്ടീൻ പ്രോസസ്സാണ്. അപ്പൊ ബേസിക്കലി ഇത് ഈ ഒരു ഓർഗനൈസേഷൻ ഫോം ചെയ്തേക്കുന്നത് എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എൻഫോഴ്സിങ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ തേർഡ് പോയിന്റിൽ? സംഭവം മനസ്സിലായില്ലേ? നമ്മളിപ്പോ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ കേട്ടോ. ഇതേ കണ്ടോ, അറ്റ്ലീസ്റ്റ് എവറി 3 years. എവിടെ പറയുന്നുണ്ട്? അറ്റ്ലീസ്റ്റ് എവറി 3 years ഫോർ ദോസ് ദാറ്റ് റെഗുലർലി പ്രൊവൈഡ് ഓഡിറ്റ് റിപ്പോർട്ട് ഫോർ 100 or few issuers. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അവര് കറക്റ്റ് അതിൽ പറയുന്നുണ്ട് 3 വർഷം കൂടുമ്പോഴാണ് തോന്നുന്നു. ഇതിൽ 100ന് ഒരു കണക്കും കൂടി ഉണ്ട്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ ഓക്കെ ശരി. Enforcing compliance with the Act, the rules of the board, professional standards, and securities laws relating to audit report and the obligations of accountants for them. അതായത് എൻഫോഴ്സിങ് കംപ്ലയൻസ് വിത്ത് ആക്ട്. അതായത് ഞാൻ പറഞ്ഞ പോലെ ഇവർക്ക് പല ലോസും ഫേസ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഏത് രാജ്യത്താണോ അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത് ആ രാജ്യത്തിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ അനുസരിച്ച് വേണം ഇവര് നിൽക്കാനായിട്ട്, അല്ലടാ. സോ അവിടെ എന്തൊക്കെ നിയമം പറയുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഫ്രാൻസിൽ ഫോർകാസ്റ്റ് ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഒരു റിട്ടേൺ ഉണ്ട്, പക്ഷെ അത് ഇന്ത്യയിലില്ല. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ ഫോർകാസ്റ്റ് ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല. അപ്പൊ ആ കൺട്രിയിൽ ആ കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്ന കൺട്രിയിൽ എന്തൊക്കെ റിട്ടേൺ ഉണ്ടോ അതൊക്കെ ഫയൽ ചെയ്തിട്ടുണ്ടാകണം. കംപ്ലയൻസ് വിത്ത് ദ ആക്ട്. ഓക്കെ, ദ റൂൾസ് ഓഫ് ദ ബോർഡ്, അതായത് നമ്മുടെ അക്കൗണ്ടിങ് ബോർഡിന്റെ റൂൾസ്. ഓക്കെ, പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ്. ഇപ്പൊ നിങ്ങൾ പാർട്ട് 2 എത്തിക്സ് പഠിച്ചല്ലടാ? എത്തിക്സ് പഠിച്ചിട്ടില്ലേ പാർട്ട് 2? എന്നാ ശരി, പറ എന്താണ് പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ്? സ്റ്റാൻഡേർഡ്സ് എന്താ? നമ്മുടെ IMA പ്രിസ്ക്രൈബ് ചെയ്തേക്കണ സ്റ്റാൻഡേർഡ്സ് എന്താണ്? IMA പ്രിസ്ക്രൈബ് ചെയ്തേക്കണ സ്റ്റാൻഡേർഡ്സ്? ഇന്റഗ്രിറ്റി പോരട്ടെ, ഇന്റഗ്രിറ്റി മാത്രമൊന്നുമല്ല, കോമ്പിറ്റൻസ്. ഓക്കെ, integrity, competence, confidentiality. Okay, പിന്നെ credibility. Okay, പിന്നെ എന്തെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ഒരെണ്ണം മിസ്സായിട്ടുണ്ടോ നോക്കി നിങ്ങള്. ക്രെഡിബിലിറ്റി ഇത്രേ ഉള്ളൂ. ഒരെണ്ണം മിസ്സായിട്ടുണ്ടല്ലോ എല്ലാവർക്കും. ഇല്ല, പറഞ്ഞില്ല. സി, ഓക്കെ, കോമ്പിറ്റൻസ്, ക്രെഡിബിലിറ്റി, ഇന്റഗ്രിറ്റി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി അല്ലേ? ശരി, ഓക്കെ, ഗുഡ്. അപ്പോൾ എത്തിക്സ് നല്ല ഓർമ്മയുണ്ടല്ലേ? കൊള്ളാം. നമ്മുടെ പ്രിൻസിപ്പിൾസ് എന്താ എത്തിക്സിന്റെ? IMA പ്രിസ്ക്രൈബ് ചെയ്തേക്കുന്ന പ്രിൻസിപ്പിൾസ് എന്താ? ഓണസ്റ്റി, ഒബ്ജക്ടിവിറ്റി,
റെസ്പോൺസിബിലിറ്റി ഓക്കെ, ഫെയർനെസ് ഓക്കെ, ഗുഡ്. അപ്പൊ എത്തിക്സ് ഒക്കെ നല്ല ഓർമ്മയുണ്ട് അല്ലേ? പഠിക്കണ പിള്ളേരാ. ആരാണ് എത്തിക്സ് പഠിപ്പിച്ചത് നിങ്ങൾക്ക്? അഭിനിത മാം, ഓക്കെ ശരി. അഭി മാം, ഓക്കെ ഓക്കെ ശരി. എന്നാ ഭാവിയിൽ ഇനി ആരെങ്കിലും ഇന്റേണൽ കൺട്രോൾസിനെ കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾ ഇങ്ങനെ ഉത്തരം പറയണം കേട്ടോ. ഇത്രയും കറക്റ്റ് ആയിട്ട് നിങ്ങൾ എന്തായാലും ആൻസർ ചെയ്യണം. എൻ്റെ പേര് കളയരുത്. ഇപ്പൊ ഞാൻ ചോദിച്ചില്ലേ ആരാണ് എത്തിക്സ് പഠിപ്പിച്ചതെന്ന്? ഓക്കെ, അഭിനവ് മാത്രം ഇത് പറഞ്ഞിട്ടുണ്ട്, അവൻ റെഡിയാക്കിക്കൊള്ളാന്നാ പറയണം. ശരി, എല്ലാവരും ശ്രദ്ധിക്കണം, കാരണം എന്തായാലും ചോദ്യം വരും. ഇത് ഇന്റർണൽ കൺട്രോളിന്റെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞിട്ട് ഓക്കെ ഇന്റർണൽ കൺട്രോൾ ആരാ നിങ്ങളെ പഠിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എൻ്റെ പേരല്ലേ പറയുള്ളൂ എന്തായാലും. അപ്പൊ ഇതുപോലെ ആൻസർ അതിന് മുന്നേ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവണം. ഓക്കെ ഓക്കെ അല്ലേ ഗൈസ്? Yes, sir. ഓക്കെ ശരി. ഓക്കെ, and securities law relating to audit report and the obligation of accountants for them. അതായത് ഇവർ ബേസിക്കലി പറയണത് ഇത്രേ ഉള്ളൂ. ഈ 4th പോയിന്റിൽ പറയണത് എന്താ വെച്ചാൽ എൻഫോഴ്സിങ് കംപ്ലയൻസ് വിത്ത് ആക്ട്. ആ കമ്പനിയുടെ ഏതെങ്കിലും ലോ ആയിട്ട് ഇവര് കംപ്ലയൻസ് എന്നൊക്കെ പറഞ്ഞാൽ ആ ലോ ഫോളോ ചെയ്യണം. റൂൾസ് ഓഫ് ദ ബോർഡ്, നമ്മുടെ അക്കൗണ്ടിങ് ബോർഡിന്റെ റൂൾസ്, നമ്മുടെ പ്രൊഫഷണൽ, ഇവിടെ നമ്മുടെ പ്രൊഫഷണൽ കേട്ടോ, CPA-കാരുടെ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചാണ് ഇവര് ഡിസ്കസ് ചെയ്തേക്കുന്നത്. അല്ലെങ്കിൽ ഇവര് ഉദ്ദേശിക്കുന്നത് CPA-കാരുടെ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ് ആട്ടോ. കാരണം ഇവരെ ഫോം ചെയ്തേക്കുന്നത് ഈ പബ്ലിക് കമ്പനി അക്കൗണ്ടിങ് ഓവർസൈറ്റ് ബോർഡ് ഫോം ചെയ്തേക്കുന്നത് ആര് മോണിറ്റർ ചെയ്യാനാ? CPA-കാര് മോണിറ്റർ ചെയ്യാൻ, അല്ലാണ്ട് CMA-കാരല്ല കേട്ടോ. ഓക്കെ, അപ്പോ ഈ 4th പോയിന്റ് പറയണത് എന്താ വെച്ചാൽ ബേസിക്കലി ഇത്രേ ഉള്ളൂ. റൂൾസ് ആൻഡ് റെഗുലേഷൻ ഫോളോ ചെയ്യണം, ബോർഡിന്റെ റൂൾസ് ഫോളോ ചെയ്യണം, പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യണം, ആൻഡ് സെക്യൂരിറ്റി ലോ റിലേറ്റിംഗ് ടു ഓഡിറ്റ് റിപ്പോർട്ട്, ഓഡിറ്റ് റിപ്പോർട്ടിന് റിലേറ്റ് ആയിട്ടുള്ള റൂൾസ് ഒക്കെ ഫോളോ ചെയ്യുക എന്നാണ് 4th പോയിന്റ് പറയണത്. ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ, ശരി. കണ്ടക്ടിങ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഡിസിപ്ലിനറി പ്രൊസീഡിംഗ്സ് ആൻഡ് ഇമ്പോസിംഗ് appropriate sanction for violation of any provisions of the Sarbanes-Oxley Act, the rules of the board, the provision of the security law relating to the preparation and issuance of audit report of professional standards. അതായത് ഇൻവെസ്റ്റിഗേഷൻസ്, അതായത് ഇവരുടെ ജോബ് എന്തായിരുന്നു? ഈ PCOBയുടെ ജോബ് എന്താ? CPA-കാരെ മോണിറ്റർ ചെയ്യുക. അപ്പോൾ കുറെ ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നടത്താം. ഡിസിപ്ലിനറി പ്രൊസീഡിങ്, എന്തെങ്കിലും വയലേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുക, ആൻഡ് ഇമ്പോസിംഗ് അപ്രോപ്രിയേറ്റ് സാങ്ഷൻസ് ഫോർ വയലേഷൻ. അപ്പോ ഇത് സത്യം പറയാൻ വെച്ചാൽ എല്ലാ റൂളും നമുക്ക് എപ്പോഴും ഒന്നും ഫോളോ ചെയ്യാൻ പറ്റൂല, കറക്റ്റ് അല്ലേ? നമുക്ക് എല്ലാ റൂളും ഫോളോ ചെയ്യാൻ പറ്റൂല. അപ്പോ അതിൻ്റെതായ പ്രൊവിഷൻസ് ഇവര് അപ്രൂവ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, നമുക്ക് ചില റൂൾസ് ഒന്നും എല്ലാ സിറ്റുവേഷനിലും നമുക്ക് ഫോളോ ചെയ്യാനൊന്നും പറ്റൂല. അപ്പോ ആ റൂളിന് അതിൻ്റെതായ പ്രൊവിഷൻസ് ഇവര് സാങ്ഷൻ ചെയ്തിട്ടുണ്ടാകണം. ഓക്കെ, ദ റൂൾസ് ഓഫ് ദ ബോർഡ്, ദ പ്രൊവിഷൻ ഓഫ് ദ സെക്യൂരിറ്റീസ് ലോസ് റിലേറ്റിംഗ് ടു, എല്ലാം റൂളും നമുക്ക്, അല്ലെങ്കിൽ എല്ലാം റൂളും എല്ലാം പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സും അല്ലെങ്കിൽ എല്ലാം സെക്യൂരിറ്റി ലോയും ഒക്കെ നമുക്ക് ഫോളോ ചെയ്യാൻ ചില സമയത്ത് നമുക്ക് പറ്റൂല, ചില സിറ്റുവേഷനിൽ നമുക്ക് പറ്റൂല. സോ അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അതിൻ്റെതായ പ്രൊവിഷൻ, ഓക്കെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യും. ഇപ്പൊ നിങ്ങൾ പാർട്ട് 2 എത്തിക്സിൽ നിങ്ങൾ പഠിച്ചിട്ടില്ലേ റിസോൾവിങ്, എന്തായിരുന്നോടാ പാർട്ട് 2 എത്തിക്സിൽ ഒരു സംഭവം നമ്മൾ പഠിച്ചിട്ടില്ലേ, എങ്ങനെയൊക്കെ ഒരു കോൺഫ്ലിക്റ്റ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാം എന്ന്, അല്ലെ? റിസോൾവിങ് എത്തിക്കൽ ഇഷ്യൂസ് നമ്മൾ പഠിച്ചിട്ടില്ലേ എത്തിക്സിൽ, അല്ലേ? ആ, അപ്പോ അതിൽ സത്യം പറയാൻ എന്താ പറയണം, നമ്മുടെ കമ്പനിയിൽ എന്തെങ്കിലും ഒരു ഫ്രോഡുലന്റ് ആക്ടിവിറ്റി നടക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെ റിപ്പോർട്ട് ചെയ്യാം എന്നാണ് പറയണത്, അല്ലെ? സത്യം പറയാൻ നമുക്കൊരു ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ ബുക്ക് അല്ലേ തരണേ എന്തൊക്കെ നമ്മൾ ഫോളോ ചെയ്യണമെന്ന്. അപ്പോൾ ഇവിടെ എന്താ PCOB എന്താ സംഭവം എന്ന് വെച്ചാൽ കണ്ടക്ടിങ് ഇൻവെസ്റ്റിഗേഷൻ, എന്തെങ്കിലും ഒരു ഫ്രോഡുലന്റ് ആക്ടിവിറ്റി ആരെങ്കിലും ചെയ്യണ്ടോ എന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെതിരെ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുക. അപ്പോൾ ചില നിയമങ്ങളൊന്നും നമുക്ക് എല്ലാ സമയത്തും ഒന്നും ഫോളോ ചെയ്യാൻ പറ്റൂല. സോ ആ ടൈമിൽ അതിൻ്റെതായ അപ്രോപ്രിയേറ്റ് സാങ്ഷൻസ് അല്ലെങ്കിൽ പ്രൊവിഷൻസ് നമ്മൾ സാങ്ഷൻ ചെയ്ത് കൊടുക്കലാണ് ഇവരുടെ മേജർ ജോബ്. ഓക്കെ,
പിന്നെ സിക്സ്ത് പോയിന്റ് പറഞ്ഞ മാനേജ്മെന്റ് ഓഫ് ദ ഓപ്പറേഷൻസ് ആൻഡ് സ്റ്റാഫ് ഓഫ് ദ ബോർഡ്. ഓക്കെ, നമ്മുടെ ഓപ്പറേഷൻസ് ഒക്കെ മാനേജ് ചെയ്യുക, ഇത്രേ ഉള്ളൂ. ആൻഡ് സ്റ്റാഫ് ഓഫ് ദ ബോർഡ്. ഓക്കെ, അപ്പൊ ബേസിക്കലി ഷോർട്ട് ആയിട്ട് ഇനി PCOB എന്താണെന്ന് ചോദിക്കാന്ന് വെച്ചാൽ, ബേസിക്കലി ഇവരുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ ഓഡിറ്ററിനെ മോണിറ്റർ ചെയ്യുക എന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ആണ് ഇവർക്കുള്ളത്. അപ്പോൾ ഇവരുടെ മേജർ റെസ്പോൺസിബിലിറ്റി, വൺ ഓഫ് ദ ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എല്ലാം CPA ഫേംസ് അല്ലെങ്കിൽ എല്ലാം CPAക്കാരും ഇവരുടെ അടിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകണം. എന്നാൽ മാത്രമേ നമുക്ക് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് കമ്മീഷൻ അല്ലെങ്കിൽ US പബ്ലിക് കമ്പനീസിനെ ഓഡിറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, സോ ഓഡിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെതായ സ്റ്റാൻഡേർഡ്സ്, അതിൻ്റെതായ റൂൾസ്, അതിൻ്റെതായ ഇൻഡിപെൻഡൻസ്, അതിൻ്റെതായ എത്തിക്സ് ഒക്കെ ഇവരാണ് എന്ത് സെറ്റപ്പ് ചെയ്യണത്. ഓക്കെ, പിന്നെ ഇവരുടെ മേജർ റെസ്പോൺസിബിലിറ്റി എന്താ? മേജർ ആയിട്ട് ഈ പബ്ലിക് അക്കൗണ്ടിങ് ഫേംസിലൊക്കെ പോയി ആ കമ്പനിയൊക്കെ ഓഡിറ്റ് ചെയ്ത് ആ കമ്പനിയൊക്കെ ഓഡിറ്റ് ചെയ്യണത് ജെന്യുവിൻ ആയിട്ടുള്ള കാര്യങ്ങളാണോ അതോ വെറുതെ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യലാണ് ഇവരുടെ മൂന്നാമത്തെ റെസ്പോൺസിബിലിറ്റി. ഓക്കെ, സംഭവം മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം കേട്ടോ. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? No, sir. നോ. ഓക്കെ, ശരി. ഇനി ടൈറ്റിൽ 2 ഓഡിറ്റർ ഇൻഡിപെൻഡൻസ്. അപ്പോൾ സെക്ഷൻ 201 ആണ് പറയുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തില്ലേ ഓഡിറ്റർ ഇൻഡിപെൻഡൻസ് എന്ന് പറയണത്. പക്ഷെ ഇവിടെ എന്തോ സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മൾ ആസ് ആൻ എക്സ്റ്റേണൽ ഓഡിറ്റർ, ഓക്കെ, ഇതും ഒരു കഥയായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചോ. ഒരു എക്സ്റ്റേണൽ ഓഡിറ്ററിന് അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ എല്ലാ കൺട്രിയിലും പല പല റിട്ടേൺസ് ഉണ്ട് സബ്മിറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ ഈ ബിഗ് ഫോറിലൊക്കെ എന്താ സംഭവം നടക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ 3M എന്ന് പറയുന്ന ഒരു കമ്പനി കേട്ടിട്ടുണ്ടോ? 3M. Yes, sir. ഓക്കെ, 3M എന്ത് കമ്പനിയാണോ? എന്ത് കമ്പനിയാ? പറ, ഹിസാർ പറഞ്ഞ ആള് പറ. സ്റ്റിക്കർ കേട്ടില്ല. സ്റ്റിക്കർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് പറഞ്ഞു. ഓക്കെ, ശരി. എന്നാൽ 3 എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക്കൽ കമ്പനി ആട്ടാ. ഭയങ്കര വൺ ഓഫ് ദ ടോപ്പ് റേറ്റഡ് എന്നൊക്കെ പറയാം. നല്ല ഒരു ടോപ്പ് റേറ്റഡ് കമ്പനിയാണ്. അപ്പൊ ഇവരുടെ ജോബ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ, 3Mന്റെ ജോബ് എന്താന്ന് വെച്ചാൽ, ഓക്കെ സോറി, 3Mന്റെ കമ്പനീസ് ഒക്കെ ഓഡിറ്റ് ചെയ്യണത് EY ആണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പോ EYയിൽ എൻ്റർ ചെയ്യുമ്പോൾ ഇവര് പലതരം ഒരു കോൺട്രാക്ട് ആണ് എൻ്റർ ചെയ്യുക. അതായത് നിങ്ങൾ ഇതൊക്കെ ചെയ്തു തരണം, ഇന്ന റിട്ടേൺ നിങ്ങൾ ഫയൽ ചെയ്യണം, നിങ്ങൾ ഇന്ന ജോലി ചെയ്യണം, ഓക്കെ, ഇന്ന റിട്ടേൺ ഇന്ന ഫോർകാസ്റ്റ് ഡോക്യുമെന്റേഷൻ എന്ന് പറഞ്ഞ റിട്ടേൺ ഫയൽ ചെയ്ത് തരണം, കോർപ്പറേറ്റ് റിട്ടേൺ, കോർപ്പറേറ്റ് ഇൻകം ടാക്സ് റിട്ടേൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിട്ടേൺ നിങ്ങൾ ഫയൽ ചെയ്ത് തരണം, GVP ഗ്ലോബൽ വ്യൂ പാക്ക് എന്ന് പറഞ്ഞിട്ടൊരു റിട്ടേൺ നിങ്ങൾ ഫയൽ ചെയ്ത് തരണം. ഓക്കെ, ഇങ്ങനെ പല പല റിട്ടേൺസ് ഫയൽ ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞ് ഒരു കോൺട്രാക്ട് എൻ്റർ ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എന്നാ ശരി, ഇന്ന ചെയ്ത് അതൊക്കെ ഞാൻ ചെയ്തു തരാം, ഇത്രയും മില്യൺ ആണ് നിങ്ങളുടെ ഓഡിറ്റ് ചെയ്ത് തരാനായിട്ടുള്ള വരണ ഫീ എന്ന് പറഞ്ഞ് നമ്മൾ ഓക്കെ. അപ്പൊ ഓക്കെ ഒക്കെ അടിച്ചു, നിങ്ങൾ ഓഡിറ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ഓഡിറ്റ് ചെയ്യാനായിട്ട് വേൾപൂളുകാരായിട്ട് കൺസൾട്ട് ചെയ്തു. അപ്പൊ ആ ടൈമില് വേൾപൂളുകാരായിട്ട് നിങ്ങൾ ഭയങ്കര ക്ലോസ് ആയിട്ടാ. ഓക്കെ, അപ്പോ ആ ടൈമില് അഭിനവ് ആണ് നിങ്ങളുടെ ടീം ലീഡർ. ഓക്കെ, അഭിനവിനോട് വേൾപൂളുകാർ പറഞ്ഞു, അഭിനവ് ഞങ്ങള് അന്ന് കോൺട്രാക്ട് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഞാനൊരു ഓഡിറ്റും കൂടി നിങ്ങളോട് ചെയ്യാൻ മറന്നുപോയി, ഒരു സർവീസസും കൂടി എനിക്ക് വേണമായിരുന്നു നിങ്ങളുടെ സൈഡിൽ നിന്ന്. ഓക്കെ, പക്ഷെ ഞാൻ അത് ഇൻക്ലൂഡ് ചെയ്യാൻ മറന്നുപോയി, നിങ്ങൾക്കൊന്ന് ചെയ്തു തരാൻ പറ്റും, ഈ സമയത്ത് വേറെ ആരും കിട്ടില്ല എന്ന് പറഞ്ഞു. അഭിനവ് എന്ത് പറഞ്ഞു, വേൾപൂളിലൊക്കെ ആയിട്ട് കുറച്ച് കോണ്ടാക്ട് ഒക്കെ വന്ന കാരണം അഭിനവ് അപ്പൊ തന്നെ ഓക്കെ അതിനെന്താ ഞാൻ ചെയ്തു തരാം, ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അവരവരുടെ സ്കോപ്പിൽ വരണ കാര്യം മാത്രം ചെയ്യാം. അതാണ് സർവീസസ് ഔട്ട്സൈഡ് ദ സ്കോപ്പ് ആൻഡ് പ്രാക്ടീസ് ഓഫ് ഓഡിറ്റേഴ്സ്. അതായത് ഓഡിറ്റേഴ്സ് ചെയ്യാത്ത കാര്യങ്ങളൊന്നും ഇവര് അതായത് എക്സ്റ്റേണൽ ഓഡിറ്റർ ഒരിക്കലും ആ കമ്പനിക്ക് ആ സർവീസസ് ഒന്നും കൊടുക്കരുത്. ഇവര് ഓഡിറ്റിങ്ങിന് മാത്രമാണ് വന്നത്, അല്ലാണ്ട് മാനേജ്മെന്റ് ഫംഗ്ഷൻ ചെയ്യാനല്ല, ഹ്യൂമൻ റിസോഴ്സ് സർവീസസിൽ അസിസ്റ്റ് ചെയ്യാനായിട്ടല്ല, ലീഗൽ സർവീസസിൽ അസിസ്റ്റ് ചെയ്യാനായിട്ടല്ല, എക്സ്പെർട്ട് സർവീസസ് അൺറിലേറ്റഡ് ടു ഓഡിറ്റ് ചെയ്യാനായിട്ടല്ല. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ സർവീസസിലൊന്നും ഒരു എക്സ്റ്റേണൽ ഓഡിറ്റർ
ഹെൽപ്പ് ചെയ്യരുത് എന്നാണ് സെക്ഷൻ 201 പറയുന്നത്. ബേസിക്കലി പറയുന്നത് നിങ്ങളെ ഏൽപ്പിച്ച ജോലി മാത്രം നിങ്ങൾ ചെയ്യാം. ഒരിക്കലും അതിന്റെ ഔട്ട് ഓഫ് ദ സ്കോപ്പ് വരണ ജോലികളിലൊന്നും നിങ്ങൾ ഇടപെടാൻ പാടില്ല എന്നാണ് ഇത് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. ഓഡിറ്റർ ഇൻഡിപെൻഡൻസ്, സർവീസസ് ഔട്ട്സൈഡ് ദ സ്കോപ്പ് ആൻഡ് പ്രാക്ടീസസ് ഓഫ് ഓഡിറ്റേഴ്സ് in order to maintain auditor independence. Section 201 lists specific non-audit services. കണ്ട, നോൺ ഓഡിറ്റ് സർവീസസ് ഒന്നും നമ്മുടെ എക്സ്റ്റേണൽ ഓഡിറ്റർ കമ്പനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. That may not be provided by an external auditor to an client because their provision creates a fundamental conflict of interest for the accounting firm. ഓക്കെ, അപ്പോ ഇവരുടെ ജോലി മാത്രം ചെയ്യാം. നോൺ ഓഡിറ്റ് സർവീസസ് ഒന്നും പ്രൊവൈഡ് ചെയ്യരുത്. അപ്പൊ ഈ സർവീസസ് കുറച്ചൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്തേക്കണതാണ് ഇവിടെ പറഞ്ഞേക്കണത്. ലീഗൽ സർവീസസിലൊന്നും ഇൻഡൾജ് ചെയ്യരുത്. ബ്രോക്കർ, ഡീലർ, ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർ ഓർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് സർവീസസ്, ഹ്യൂമൻ റിസോഴ്സ് സർവീസസ്, മാനേജ്മെന്റ് ഫംഗ്ഷൻ, ആക്ച്വറിയൽ സർവീസസ്, ഇന്റേണൽ ഓഡിറ്റ് സോഴ്സിംഗ് സർവീസസ്. അപ്പൊ ഇങ്ങനത്തെ ഒക്കെ നോൺ ഓഡിറ്റ് സർവീസസിലൊന്നും ഒരു CPA കാരൻ ഇടപെടാൻ പാടില്ല എന്നാണ് ഇവിടെ പറയണത്. സംഭവം മനസ്സിലായ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നോ, കുഴപ്പമില്ലല്ലോ. ഓക്കെ അല്ലേ? ആകെ അഭിനവ് മാത്രമേ ഉള്ളൂ കേട്ടോ, എനിക്കറിയില്ല ബാക്കി ആരുടെ. അപ്പൊ നിങ്ങൾ ഇതിൽ റെസ്പോണ്ട് ചെയ്യണേ. ശരി, ഇനി സെക്ഷൻ 203 ഓഡിറ്റ് പാർട്ട്ണർ റൊട്ടേഷൻ. അപ്പൊ ഓഡിറ്റ് പാർട്ട്ണർ റൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നേരത്തെ നമ്മുടെ സെയിം എക്സാമ്പിൾ 3M. ഓക്കെ, അപ്പൊ 3M ഓഡിറ്റ് ചെയ്യാനായിട്ട് EYനെ ഏൽപ്പിച്ചു. അത് നമ്മളെ ഏൽപ്പിച്ചു. ഇനി EY ഒന്നും വേണ്ട, ഇനി നമ്മുടെ ടീമാണ്, നമ്മളെ ഏൽപ്പിച്ചു. ഓക്കെ, നമ്മളെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലാസ്സിനാണ് ഏൽപ്പിച്ചേക്കണം. അഭിനവ് ആണ് നിങ്ങളുടെ ടീം ലീഡർ. ഓക്കെ, ആ ടീം ലീഡറിനെ വിളിക്കുന്ന പേരാണ് ഓഡിറ്റ് എൻഗേജ്മെന്റ് പാർട്ട്ണർ എന്നൊക്കെ. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോ ലീഡ് ഓഡിറ്റ് പാർട്ട്ണർ. ഇപ്പൊ ബിഗ് ഫോറിലൊക്കെ അങ്ങനത്തെ ആൾക്കാർ എന്താ പറയാന്ന് അറിയോ? പാർട്ട്ണർ ഓർ പ്രിൻസിപ്പൽ എന്നാണ്. അതായത് ഓരോ ക്ലയന്റിനും അതിൻ്റെതായ ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പൽ ഉണ്ടാകും. ഓക്കെ, ഫോർ എക്സാമ്പിൾ EY സൗദി അറേബ്യ ആണെന്ന് വെച്ചോ. EY സൗദി അറേബ്യയിൽ ഒരു പാർട്ട്ണർ ആയ പ്രിൻസിപ്പൾ ഉണ്ട്. അപ്പൊ ഇയാളുടെ ജോബ് എന്താ? ഇയാളാണ് ഏറ്റവും ടോപ്പ് ഹെഡിലായിട്ടുള്ള ഒരു മനുഷ്യൻ. എല്ലാം ഓഡിറ്റിംഗ് സർവീസസ് ഒക്കെ റിവ്യൂ ചെയ്യണതും എല്ലാവരെയും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ ഇയാളാണ്. ഓക്കെ, അപ്പോ ഇതെന്താ ഈ സെക്ഷൻ എന്താ പറയണേന്ന് വെച്ചാൽ, ഈ അഭിനവ് ഉണ്ടല്ലോ, അഭിനവിന് 5 കൊല്ലം മാത്രമേ അങ്ങനത്തെ ഒരു പൊസിഷനിൽ ഇരിക്കാൻ പറ്റുള്ളൂ. 6ാമത്തെ കൊല്ലാവുമ്പോ അഭിനവിനെ മാറ്റി ആരാക്കണം? ആര്യനെ ആക്കണം. ഓക്കെ ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഈ ഓഡിറ്റ് പാർട്ട്ണർ അല്ലെങ്കിൽ ലീഡ് പാർട്ട്ണർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എപ്പോഴും 5 കൊല്ലം മാത്രമേ സെർവ് ചെയ്യാൻ പാടുള്ളൂ. 6ാമത്തെ കൊല്ലാവുമ്പോ വേറെ ആളെ ഏൽപ്പിച്ചിട്ട് വേണം നമുക്ക് ആ ഓഡിറ്റ് ചെയ്യാനായിട്ട്. അതിൽ മാറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഫൈൻ അടയ്ക്കേണ്ടി വരും, അല്ലെങ്കിൽ ഈ സെക്ഷൻ പ്രകാരം നിങ്ങൾ കുറ്റം ചെയ്തിട്ടുണ്ട്. സംഭവം മനസ്സിലായോ? ഇപ്പൊ നമ്മളെ വേൾപൂളുകാർ വന്ന് നമ്മളെ ഏൽപ്പിച്ചു അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഓഡിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അഭിനവാണല്ലോ നമ്മുടെ പാർട്ട്ണർ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ. 2021 ഏൽപ്പിച്ച 2026 ആവുമ്പോ അഭിനവിന് മാറാനായിട്ടുള്ള സമയമായി. 2027 നിങ്ങൾക്ക് വേൾപൂളിന്റെ ഓഡിറ്റ് ചെയ്യണമെങ്കിൽ അഭിനവ് ആയിരിക്കരുത് നിങ്ങളുടെ പാർട്ട്ണർ. അങ്ങനെയാണെങ്കിൽ സെക്ഷൻ 203 പ്രകാരം നിങ്ങൾ ചെയ്യണത് തെറ്റാ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് വേൾപൂളിന് ഇട്ട് കളയാൻ പറ്റുമോ? ഇല്ല. നമ്മൾ നേരെ അഭിനവനെ മാറ്റി ആര്യനാക്കുന്നു ലീഡ് പാർട്ട്ണറായിട്ട്. അതുപോലെ അത്രേ പറഞ്ഞുള്ളൂ, ലീഡ് പാർട്ട്ണർ മാറണമെന്നേ പറയണുള്ളൂ. ഓക്കെ, പബ്ലിക് അക്കൗണ്ടിംഗ് ഫേം ദാറ്റ് ഈസ് രജിസ്റ്റേർഡ് വിത്ത് പാർട്ട്ണർ എന്ന് പറയുന്നത് ആരാണ്? എന്താ കേട്ടില്ല? ഈ ഓഡിറ്റ് പാർട്ട്ണർ എന്ന് പറയുന്നത് ആരായിരുന്നു? ഓഡിറ്റ് പാർട്ട്ണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടീമിന്റെ ഹെഡ് എന്ന് പറയാം. ഓക്കെ, അല്ലാണ്ട് 5 കൊല്ലാകുമ്പോ EYനെ മാറ്റണം എന്നില്ല, ആ കമ്പനി തന്നെ മാറ്റണം എന്നില്ല. ഒരു ടീമിൽ ഒരു ലീഡ് ഓഡിറ്റ് പാർട്ട്ണർ ഉണ്ടാവും. അപ്പോ അയാള്
അയാളെ മാറ്റി വേറെ ആളാക്കണം, അല്ലാണ്ട് കമ്പനി മാറണ്ട കേട്ടാ. അതായത് EY എന്ന് പറയുന്ന കമ്പനി മാറ്റി KPMG പോകണമെന്നൊന്നും ആരും പറയണില്ല. ഓഡിറ്റ് ലീഡ് പാർട്ട്ണർ മാറിയാൽ മതി. ആ EYയിലുള്ള പാർട്ട്ണർ അല്ലെങ്കിൽ പ്രിൻസിപ്പൾ മാറിയാൽ മതി, അല്ലാണ്ട് ആ കമ്പനി മൊത്തം മാറണമെന്ന് ഈ റൂള് പറയണില്ല കേട്ടോ. അത് ശ്രദ്ധിക്കണം. അതാ ഞാൻ അങ്ങനത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. സംഭവം മനസ്സിലായോ ആരാ ലീഡ് ഓഡിറ്റ് പാർട്ട്ണർ എന്ന്? ഓക്കെ സാർ, ഓക്കെ. Okay, they kanda. An audit partner is defined as any partner on the audit engagement team with responsibility for decision making on any significant audit, accounting, or reporting matter affecting the company's financial statement, or who maintains regular contact with management and the audit committee of the audit client. സംഭവം മനസ്സിലായോ? അതായത് കമ്പനീനെ അല്ല നമ്മൾ ഓഡിറ്റിംഗ് പാർട്ട്ണർ. ഇപ്പൊ EYന് ഒരിക്കലും ഓഡിറ്റ് ലീഡ് പാർട്ട്ണർ ആണെന്ന് പറയാൻ പറ്റില്ല. എന്ത് ചെയ്യാൻ പറ്റില്ല? EYയിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കും ലീഡ് ഓഡിറ്റ് പാർട്ട്ണർ. അപ്പൊ അയാൾ 5 കൊല്ലം ആവുമ്പോ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കണം. ഡൗട്ട് വരരുത് കേട്ടാ, കൺഫ്യൂഷൻ അടിക്കല്ലേ. ഓക്കെ ഓക്കേണോ? സാർ അതായത് നമ്മൾ ഈ 3Mനെ ഇത് ചെയ്യാൻ പോകുമ്പോ 5 വർഷം എനിക്ക് അവിടെ പിന്നെ റിപ്പോർട്ടിങ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് വേറെ കമ്പനീന്റെ റിപ്പോർട്ടിങ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ടീമിന്റെ അതന്നെ 5 കൊല്ലം മാത്രമേ നീ ഓഡിറ്റ് ലീഡ് പാർട്ട്ണർ ആയിട്ട് വർക്ക് ചെയ്യാൻ വെച്ചാൽ നിനക്ക് ആ കമ്പനീനെ ഓഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 6ാമത്തെ കൊല്ലം ആകുമ്പോൾ നിനക്ക് വേൾപൂളിന്റെ കമ്പനീനെ ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല. പറ്റില്ല എന്നല്ല, പാടില്ല. ഇപ്പൊ ഞാൻ വേറെ ഏതെങ്കിലും കമ്പനീന്റെ ഓഡിറ്റ് ചെയ്യേണ്ടി വരും. ആ വേറെ കമ്പനി നിനക്ക് എന്താവോ? ആ കമ്പനി ഒരു കമ്പനി, അതാണ് ഞാൻ പറഞ്ഞത്. EY മൊത്തത്തിൽ മാറണം എന്നല്ല അവർ ഉദ്ദേശിക്കുന്നത്. EYയിൽ വർക്ക് ചെയ്യണ ഒരാള്, അയാളാണ് എല്ലാം റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു മനുഷ്യൻ. ഡിസിഷൻ എടുക്കാനും എല്ലാത്തിനും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അയാളെയാണ് നമ്മൾ ഓഡിറ്റ് ലീഡ് പാർട്ട്ണർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അയാള് 5 കൊല്ലം കൂടുമ്പോൾ മാറി വേറെ ആളാകണം. എന്നാൽ മാത്രമേ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു കമ്പനീനെ തന്നെ ഓഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നോക്ക് a public accounting firm that is registered with the PCAOB may not provide audit service to a client if the lead audit partner or the concurring review audit partner has performed audit service for that client in each of the 5 previous fiscal years of the client. അതായത് അടുപ്പിച്ച് 5 കൊല്ലം നിങ്ങൾ ഈ ക്ലയന്റിന് നീയാണ് സർവീസ് കൊടുത്തെങ്കിൽ നിനക്ക് ഇനി 6ാമത്തെ കൊല്ലാകുമ്പോൾ നിനക്ക് അത് പ്രൊവൈഡ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയണത്. മേ നോട്ട് പ്രൊവൈഡ് ഓഡിറ്റ് സർവീസസ്. സംഭവം മനസ്സിലായ? ഓക്കെ. എടാ ഗേൾസിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങളുടെ ഓക്കെ വന്നിട്ടില്ല കേട്ടാ. ഓക്കെ, ബോയ്സ് 2 പേര് ഡൗട്ട് ചോദിച്ച്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതൊന്നും കൺഫ്യൂഷൻ അടിക്കരുത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ക്ലിയർ അല്ലേ? ശരി. Therefore, the lead audit partner and the concurring review audit partner must rotate off at a particular client after 5 years. കണ്ട, 5 വർഷം ആവുമ്പോൾ ഈ ഓഡിറ്റ് പാർട്ട്ണർ മാറണം. ഓക്കെ, they must then remain off that audit for another 5 years. 5 കൊല്ലത്തേക്ക് നിനക്ക് വേൾപൂളിനെ പിന്നെ ഓഡിറ്റ് ചെയ്യാൻ പറ്റൂല. ഓക്കെ, 5 കൊല്ലം ആവുമ്പോൾ നീ മാറണം. നീ മാറിയിട്ട് നിനക്ക് വേണമെങ്കിൽ 5 കൊല്ലം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വേൾപൂളിനെ ഒന്നും കൂടി ചെയ്യാം. അപ്പൊ സത്യം പറയാൻ 2021 ഈ കോൺട്രാക്ട് എൻ്റർ ചെയ്ത നമ്മള് വേൾപൂളായിട്ട്. 2026 ആവുമ്പോ നീ അവിടെ നിന്ന് ഇറങ്ങണം. എന്നിട്ട് 2031 തൊട്ട് നിനക്ക് വേണമെങ്കിൽ വേൾപൂളിനെ ഒന്നും കൂടി ഓഡിറ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. സംഭവം മനസ്സിലായോ അഭിനവ്? ഓക്കെ. Then other audit partners who are part of the engagement team must rotate off after 7 years and remain off 2 years if they meet certain criteria. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ, ഇപ്പോൾ റിക്കിത്തെയും അലീനയും ആഷ്ലി അങ്ങനത്തെ ആൾക്കാരൊക്കെ ഇല്ലേ നമുക്ക്? വേറെയും ആൾക്കാരുണ്ട്, അഭിനവ് മാത്രമല്ലല്ലോ. നിങ്ങളും ഈ ടീമിൽ ഉൾപ്പെട്ട ആൾക്കാർ തന്നെയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ 2 കൊല്ലം, അതായത് 7 കൊല്ലം 7 years ആവുമ്പോൾ നിങ്ങളും റൊട്ടേറ്റ് ചെയ്യണം എന്നാണ് പറയണത്. എന്നിട്ട് 2 വർഷം കഴിഞ്ഞാൽ വേണമെങ്കിൽ നിനക്ക് ചെയ്യാം. പക്ഷെ അഭിനവിന് 5 കൊല്ലം എടുക്കും. അപ്പൊ ഇതൊക്കെ എന്തിനാ ചെയ്യണത്? കാരണം അഭിനവ് ലീഡ് പാർട്ട്ണർ ആയിരിക്കണ സമയത്ത് നിങ്ങൾ ജോബ് റൊട്ടേഷൻ എന്ന് പഠിച്ചിട്ടില്ലടാ.
എത്തിക്സില് Yes, sir. ആ ജോബ് റൊട്ടേഷൻ പോലെയാണ് ഇവിടത്തെ ഇതും. ഓക്കെ, ഇവിടത്തെ ഇത് എന്ന് പറഞ്ഞാൽ ഓഡിറ്റ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം. ഓക്കെ, അപ്പോൾ ഓഡിറ്റിലുള്ള ലീഡ് പാർട്ട്ണർ എല്ലാം 5 വർഷം കൂടുമ്പോൾ റൊട്ടേറ്റ് ചെയ്യണം. ഓഡിറ്റിലത്തെ വേറെ ടീമിലുള്ള ആൾക്കാർ 7 വർഷം ആകുമ്പോൾ റൊട്ടേറ്റ് ചെയ്യണം. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും വേണമെങ്കിൽ ഈ ക്ലയന്റിനെ ഓഡിറ്റ് ചെയ്യാം. എപ്പോൾ മാത്രം ഓഡിറ്റ് ലീഡ് പാർട്ട്ണർ 5 കൊല്ലം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഈ കമ്പനീനെ പിന്നെയും ഓഡിറ്റ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, ബാക്കിയുള്ള ആൾക്കാർക്ക് 2 വർഷം മാറി നിന്നാൽ മതി. അപ്പൊ ഇതൊക്കെ ചെയ്യണത് ഈ ലീഡ് പാർട്ട്ണർ ആയിരിക്കണ സമയത്ത് ലീഡ് പാർട്ട്ണർ എന്തെങ്കിലും കള്ളത്തരം ചെയ്തിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കാനാണ്. ജോബ് റൊട്ടേഷനിൽ അതല്ലേ കമ്പൾസറി വെക്കേഷൻ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ അല്ലേ? എത്തിക്സിൽ കമ്പൾസറി വെക്കേഷൻ. അപ്പൊ കമ്പൾസറി വെക്കേഷനിൽ നമ്മൾ എന്താ പഠിച്ചത്? ആൾക്കാർ എന്തായാലും എംപ്ലോയീസ് എന്തായാലും കമ്പൾസറി ആയിട്ട് ഒരു വെക്കേഷന് പോകണം. അത് അവരോടുള്ള സ്നേഹം കൊണ്ട് നമ്മൾ പറയണതല്ല. എന്തിനാണ്? അവര് പോയ സമയത്ത് അവരുടെ പൊസിഷനിൽ വേറൊരാളെ ഇരുത്തി പണിയെടുത്ത് ഇയാൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇയാൾ വെക്കേഷന് പോയി വരണ സമയം കൊണ്ട് അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കൺസെപ്റ്റ് കമ്പനി കൊണ്ടുവന്നേക്കണത്. അല്ലാണ്ട് നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടല്ല കേട്ടോ. അല്ലെ? നിങ്ങൾ എത്തിക്സിൽ പഠിച്ചല്ലേ? ഓക്കെ, അപ്പോ ഓഡിറ്റ് പാർട്ട്ണർ റൊട്ടേഷൻ എന്ന് പറയണത് ഇത്രേ സംഭവം ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്താ? നോ. ശരി, ഉറപ്പല്ലേ? ഓക്കെ, ഇനി കാണുന്നുണ്ടോ സ്ക്രീന്? ഓക്കെ, ഓഡിറ്റർ റിപ്പോർട്ട് ടു ഓഡിറ്റ് കമ്മിറ്റീസ്. ഇതാണ് സെക്ഷൻ 204 എന്ന് പറയുന്നത്. അപ്പൊ സെക്ഷൻ നമ്മൾ ഇത് നേരത്തെ പഠിച്ച സെക്ഷൻ ആട്ടാ. ഇത് നമ്മൾ ഇൻ ലോ പഠിച്ചിട്ടില്ല എന്നുള്ളൂ. ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടില്ലേ നിങ്ങളോട്? ഓഡിറ്റ് കമ്മിറ്റീനെ കുറിച്ച് നമ്മൾ പഠിച്ചതല്ലേ? ഓഡിറ്റ് കമ്മിറ്റി എന്തിനാണ്? ഇറ്റ്സ് ആക്ട് ആസ് ആൻ ഇന്റർമീഡിയറി ബിറ്റ്വീൻ മാനേജ്മെന്റ് ആൻഡ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഓഡിറ്റർ. ഇന്റേണലും എക്സ്റ്റേണൽ ഓഡിറ്ററും തമ്മിലുള്ള ഒരു മിഡിൽ മാൻ ആണ് ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടില്ലേ? ആ ഒരു സംഭവം തന്നെയാണ് അല്ലെ? ഓർമ്മയുണ്ടോ? ആ ഒരു സംഭവം ഓർമ്മയുണ്ടോ? ഇല്ലേ? അപ്പോ ആ ഒരു സംഭവം തന്നെയാണ് ഈ ലോയിലും പറയണത്. സെക്ഷൻ 204 require each public accounting firm registered with the PCOB that performs an audit for an issuer of public trade come to report the following in a timely manner to issuers audit committee. അതായത് നിങ്ങൾ ഓഡിറ്റ് ചെയ്യണ കമ്പനിയുടെ ഓഡിറ്റ് കമ്മിറ്റിയിലോട്ട് വേണം നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാനായിട്ട്. അല്ലാണ്ട് ഡയറക്ട്ലി സിഇഒക്കോ അല്ലെങ്കിൽ CFOക്കോ ഒന്നല്ല നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. ആസ് ആൻ എക്സ്റ്റേണൽ ഓഡിറ്റർ അല്ലെങ്കിൽ ആസ് ആൻ ഇന്റേണൽ ഓഡിറ്റർ നിങ്ങളുടെ മേജർ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസ് കണ്ടുപിടിക്കാനാണ് അല്ലെ? അപ്പൊ ആ ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസ് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത് ആരെടുത്ത് വേണം റിപ്പോർട്ട് ചെയ്യാനായിട്ട്? നമ്മുടെ ഓഡിറ്റ് കമ്മിറ്റിയിലോട്ട് പോയിട്ട് വേണം ഇത് റിപ്പോർട്ട് ചെയ്യാനായിട്ട്. അല്ലാണ്ട് ഡയറക്ട്ലി CEO ഓർ CFO ഒക്കെ അല്ല പറയേണ്ടത്. ഓക്കെ, അപ്പോ ഓൾ ക്രിട്ടിക്കൽ അക്കൗണ്ടിങ് പോളിസീസ് ആൻഡ് പ്രാക്ടീസസ് ടു ബി യൂസ്ഡ്. എല്ലാം ക്രിട്ടിക്കൽ അക്കൗണ്ടിങ് പോളിസി എന്ന് പറഞ്ഞാൽ ജനറലി അക്സെപ്റ്റഡ് പ്രിൻസിപ്പിൾ പ്രകാരമാണോ ഈ നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്? ആൻഡ് പ്രാക്ടീസസ് ടു ബി യൂസ്ഡ്. ഓക്കെ, ഓൾ ഓൾട്ടർനേറ്റീവ് ട്രീറ്റ്. ഓക്കെ, ഇത് ഇത്തിരി എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. നമ്മൾ പിന്നെ 9:30 ആയില്ലേ? നിങ്ങൾക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായോ? അത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ സമയം എടുക്കും. ഓക്കെ, വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമാടാ? എന്നാ ശരി, നമുക്ക് ആ കാഴ്ചപ്പാട് എന്താ? വെയിറ്റ് ഒരു മിനിറ്റ്, അറ്റൻഡൻസ് എടുത്തോട്ടെ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചോ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് എന്തെങ്കിലും കാര്യത്തിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളണം. ഓക്കെ, ഉണ്ടോ? ആർക്കെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടോ? ഉണ്ടോ? ഓക്കെ, ശരി, അപ്പോ വൈൻഡ് അപ്പ് ചെയ്തോ.
സർ. ഓക്കെ. സർ ഓക്കെ പറ.